സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അങ്ങനെ നമ്മളെ പോരാട്ടം മറ്റൊരു വഴിയിലേക്ക് തിരിയുകയാണ്. വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ പലരുടെയും ഒരു വാദം, യുഎൻഒയുടെ സമരം തുടങ്ങിയപ്പോൾ പലരുടെയും ഒരു വാദം, സർക്കാരിന് സ്വകാര്യ ആശുപത്രിയുടെ ശമ്പള വർധനവിൽ എന്താണ് കാര്യം? നിങ്ങൾ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണോ അതോ സ്വകാര്യ ആശുപത്രി മാനുവലുകൾക്കെതിരെയാണോ? ആ വിഷയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. സർക്കാർ നയം വ്യക്തമാക്കിക്കൊണ്ട് ഒരു വിജ്ഞാപനം ഇറങ്ങിയതായിട്ട് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഗസറ്റിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൊന്നും കാണുന്നില്ല. എന്നിരുന്നപ്പോഴും കേരളത്തിലെ എല്ലാ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നൽകുന്നുണ്ട്. അതിൽ കേൾക്കുന്ന തുകയാണെങ്കിൽ യുഎനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷം തരുന്ന തുകയൊന്നുമല്ല. യുഎന് 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണം എന്നുള്ളതാണ് യുഎൻഎയുടെ ഏറ്റവും ശക്തമായ നിലപാട്. എന്നിരുന്നാൽ പോലും ഒരു വിജ്ഞാപനം ഇറക്കുന്നു എന്നുള്ളത് അത് കടുത്ത പോരാട്ടത്തിലൂടെ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ, ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ഇറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നഴ്സിംഗ് സമൂഹത്തിന്റെ യുഎൻഎയുടെ ഒക്കെ കരുത്തായിട്ട് കാണുന്നത്. നാളുകളിൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ആളുകളുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ആവശ്യം. ഞങ്ങളുടെ ജീവനക്കാരുടെ, ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് യുഎൻഎയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കടുത്ത സൈബർ ആക്രമണം നമ്മൾ നേരിട്ടാലും ഒരു കാരണവശാലും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം പിപ്പിരിയൊന്നും കണ്ട് ഭയപ്പെട്ട് പിന്മാറുന്നവരോ അതിന് പിന്തിരിഞ്ഞോടുന്നവരോ അല്ല യുഎൻഎ പ്രവർത്തകർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഉജ്ജ്വലമായ നിലപാടെടുക്കാനും ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആ നിലപാടിനൊപ്പം മുന്നോട്ട് പോകാനും കരുത്തുള്ള ഒരു പ്രസ്ഥാനവും അതിലെ പ്രവർത്തകരും അടങ്ങുന്നതാണ് യുഎൻ എന്ന പ്രസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ വിജ്ഞാപനം കരടായിട്ടാണ് എന്നാണ് പറയുന്നത്. കരട് വിജ്ഞാപനമാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഇനി 60 ദിവസം ഇതിന്റെ പരാതി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവര് വെബ്സൈറ്റിലിടും. അതായത് 2 മാസം തന്നെ നാളെയാണ് അതിന്റെ ഉത്തരവ് ഇറങ്ങുന്നത്. നാളെയാണെങ്കിലോ മാർച്ച് 8 അല്ലേ? മാർച്ച് 8. അപ്പോൾ ഏപ്രിൽ 8, മാർച്ച് 7. അപ്പോൾ മാർച്ച് 7, അപ്പോൾ മെയ് 7-നാണ് യഥാർത്ഥത്തിൽ ഇത്. അതുവരെ നമുക്ക് പരാതികൾ കൊടുക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഞാൻ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ മനസ്സിലായത് കരടായിട്ട് ഇറക്കുന്നു എന്നാണ്. കരട് എന്ന് പറഞ്ഞാൽ ഇനിയും 60 ദിവസം കഴിയണം ഇതിന്റെ ഡ്രാഫ്റ്റിൽ പരാതികളുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സമയമാണ് 60 ദിവസം. അപ്പോൾ യുഎൻഎക്കാർ ഇപ്പോൾ പറയും ഞങ്ങൾക്ക് 28,000 പോരാ 40,000 വേണം എന്ന് പറഞ്ഞിട്ട് സംഘടന കൊടുക്കും. മാനേജ്മെന്റുകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 28,000 തന്നെ അധികമാണ് എന്ന് പറഞ്ഞ് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതിന് ഓർഡർ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും സമരരംഗത്തുള്ള യുഎൻഎ പ്രവർത്തകർ ഇത്തരം ഒരു ഓർഡർ ഇറങ്ങിയതുകൊണ്ട് സന്തോഷകരമായിട്ട് പിന്മാറി വീട്ടിൽ പോയിരിക്കും എന്ന് ആരും കരുതണ്ട. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോള് കഴിഞ്ഞു അല്ലേ? സർക്കാർ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി വളരെ ചുരുങ്ങിയ സമയമാണ് ഇലക്ഷൻ ഉള്ളത്. ആ ഇലക്ഷന്റെ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ ഇനി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ വന്ന് എന്താ പറയുക, ഈ വിജ്ഞാപനം ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ നിങ്ങളാണോ നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉള്ള മറുപടിയാണ് ഇന്ന് മന്ത്രി തന്നെ കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ, സഹപ്രവർത്തകരുടെ അക്കൗണ്ടുകളിൽ ഈ പണം വേണമല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളൊരു സമരം തുടങ്ങി വെച്ച് അതിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകുന്നൊരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശമ്പളം ലഭ്യമാകണം. അപ്പോൾ പ്രിയപ്പെട്ട മാനേജ്മെന്റുകളെ, നിങ്ങളുടെ അസോസിയേഷൻ എന്തോ പറഞ്ഞു, എന്താ പറയുക, ഈ സമരം സ്പോൺസേഡാണ്, അതുപോലെ തന്നെ ഈ ശമ്പളം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നില്ല. കൊടുക്കാൻ പോണില്ലെങ്കിൽ നിങ്ങൾ തുറക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ഇപ്പം ലൈവിൽ വന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ കമ്മിറ്റിക്ക് ശേഷം വളരെ ഉജ്ജ്വലമായിട്ട് പറഞ്ഞു തരും. പക്ഷെ ശമ്പളം കിട്ടാതെ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കേരളത്തിലെ ഒരാശുപത്രി മാനേജ്മെന്റ് കരുതേണ്ടതില്ല. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ട് പറയുന്നു, വിജ്ഞാപനം
എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. പലരും ഇപ്പോൾ ഞാൻ മനോരമയിൽ കണ്ടു 23,000, വേറൊരു ചാനൽ 25,000, മറ്റൊരു ചാനൽ 28,000 ഒക്കെ കണ്ടു. അപ്പം ചിലപ്പം അതിൻ്റെ ഗ്രേഡിങ് അങ്ങനെയാണ് വരിക. അതായത് 25,000 ചിലപ്പം ബേസിക് ആയിരിക്കാം, അതിനുശേഷം സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് 28,000 ആയിരിക്കാം. അങ്ങനെ ഉണ്ടല്ലോ, 10 കൊല്ലത്തിന് മുകളിൽ അല്ലെങ്കിൽ എഡ്നേഴ്സിന് വേറെ, അങ്ങനെ അതായിരിക്കാം ഈ 30,000 വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കാര്യം അറിയില്ല. അപ്പോൾ 25,000 ആണെങ്കിൽ 510 രൂപ എന്തൊരു വാർഷിക ഇൻക്രിമെൻറ്റ്. 510 രൂപയ്ക്ക് ഈ കാലത്ത് ഒരു വാർഷിക ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ കാര്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരട് ഇറക്കി എന്ന് പറഞ്ഞത് വീട്ടിൽ പോയിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ പ്രക്ഷോഭം കാണാൻ പോകുന്ന മാനേജ്മെൻറ്റുകളായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ നാളെ സംഘടന സ്വീകരിക്കും. ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭമായിരിക്കും ആ നടക്കുന്ന കാര്യം. മുഴുവൻ UN പ്രവർത്തകരുടെയും അക്കൗണ്ടുകളിൽ ഈ ശമ്പളം വീഴും. അതിൽ തർക്കം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ആരൊക്കെ ശമ്പളം നൽകാൻ തയ്യാറാകുന്നുവോ അവിടങ്ങളിൽ UN ജീവനക്കാർ, UN പ്രവർത്തകർ ജോലിയിലുണ്ടാകും. അത് കൊടുക്കാത്തവർ, അല്ലെങ്കിൽ ഞങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അവിടെ ഇരിക്കും. ഇതാണ് സംഘടന നിലപാട്. പിന്നെ കേരളം മുഴുവൻ ഇത് നടപ്പിലാവുമെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് ഉറപ്പം വരാൻ കഴിയുന്ന കാര്യമില്ല. UN പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കിട്ടിയിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. കേരളത്തിൽ ഇതുപോലെ പരസ്യമായിട്ട് ലൈവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു UN പ്രവർത്തകരും 20,000 രൂപയ്ക്ക് താഴെ ശമ്പളം വാങ്ങുന്നില്ല എന്നതാണ്. അതിന് കാരണം ഞങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ 15 വർഷം ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയതാണ്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും സംഘടനകളോ അവരുടെ തലോടലോ അല്ലെങ്കിൽ ആശീർവാദങ്ങളിലൂടെ വളർന്ന സംഘടന നല്ലത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനെല്ലാം അതിജീവിച്ചിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇന്ന് കാണുന്ന രീതിയിലായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും, ഉപദ്രവിക്കുന്നവരെ അതേ ഭാഷയിൽ അടിക്കും. ഇത് സംഘടനയുടെ പോളിസിയാണ്, അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള 36 രാജ്യങ്ങളിൽ സംഘടനയുള്ള ഇന്ത്യയിലെ തന്നെ ശക്തമായ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും അംഗബലമുള്ള സംഘടന ആയിട്ട് ഞങ്ങൾ മാറിയത്. തിരിച്ചടികൾ കിട്ടാത്ത സംഘടന ഒന്നല്ല UN. ആ തിരിച്ചടിയിൽ നിന്നെല്ലാം വളർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. കുറേ ആളുകളുണ്ട് വെട്ടുകിളികളെ പോലെ വന്ന് അടിച്ച് നമ്മളെ പ്രൊഫൈലിലൊക്കെ വന്ന് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു കരുതിയവർക്കൊക്കെ ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എല്ലാ നെഗറ്റീവുകൾക്കും എല്ലാവർക്കും മറുപടി കൊടുക്കുന്നത്? എൻ്റെ ശൈലി അങ്ങനെയാണ്. ആ ശൈലി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ശൈലി അങ്ങനെ തന്നെ പോവുള്ളൂ. ഈ സംഘടന ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ളവരാണ്. ഈ പറഞ്ഞ ഉണ്ടാക്കന്മാരൊന്നുമല്ല ഈ സംഘടനയെ വന്ന് എന്ത് ചെയ്യുന്നത്, വളർത്തിയിട്ടുള്ളത്. ഈ സംഘടനയിൽ നിന്ന് ഒരാൾ പോലും ഇന്ന് കൊഴിഞ്ഞു പോകാതെ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 1000-ലധികം മെമ്പർമാർ കടന്നു വന്ന പ്രസ്ഥാനം. അതാണ് സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരും. ദിനം ചെല്ലും തോറും ഈ സംഘടനയുടെ കരുത്ത് വർദ്ധിക്കും എന്നുള്ളത് നിങ്ങളെല്ലാം കാണാൻ പോകുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ഒറ്റ നിലപാട്. അത് ഞങ്ങളൊപ്പം നിൽക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ എല്ലാ വാതിലുകളും എല്ലാവർക്കും വേണ്ടി തുറന്നിടും. അവിടെ ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങൾക്കെതിരെ എങ്ങനെയൊക്കെ പ്രതികരിച്ചോ അതേപോലെയുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടും. ഇന്നേ വരെ ഞങ്ങളെ മോശക്കാരായവരൊന്നും ഞങ്ങൾ കാണാതെ പോയിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ ഒരു തർക്കവുമില്ല. ജോഫിൻ ജോസ് നിങ്ങൾ കേരളത്തിൽ മാത്രം കൂട്ടിയാൽ മതി ഇപ്പോൾ തൽക്കാലം. കാരണം ജോഫിൻ ജോസിന് ഒരു കാര്യം അറിയോ, ജോഫിൻ ജോസ് ഭയങ്കരമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമയായിട്ട് നിൽക്കുന്ന ആളാണ്. കുറേ സംഗതിയായി പറഞ്ഞു. അപ്പോൾ ജോഫിൻ ജോസിനോട് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ ശമ്പളം വർദ്ധിപ്പിക്കണം, കേരളത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ച ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വർദ്ധിക്കും. കാരണം 28 ലക്ഷം മലയാളി നഴ്സുമാരാണ് കേരളത്തിലുള്ളത്, അല്ല ഇന്ത്യയിലുള്ളത്. മലയാളികളായിട്ടുള്ള നഴ്സുമാർ ഇന്ത്യയിലുണ്ട്. ആകെപ്പാടുള്ളത് 36 ലക്ഷം ആൾക്കാരാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തിലേക്ക് നഴ്സുമാർ ഇവിടെ ശമ്പളം കിട്ടുന്നതിന് ഇരട്ടി കൊടുത്താലേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുള്ളൂ. ആരും ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ച് ഡൽഹി പോയി വർക്ക് ചെയ്യാൻ നിൽക്കും? ഇല്ല. അല്ലെങ്കിൽ ബോംബെയിൽ വർക്ക് ചെയ്യാൻ നിൽക്കും? ഇല്ല. വിദേശ രാജ്യങ്ങളിലേക്ക് പോകണത് എന്താ, ശമ്പളം കുറച്ച് കിട്ടുന്നതല്ലോ. ആ രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾ കരുത്തുറ്റ രീതിയിൽ നിൽക്കുന്നത്. അതാണ് പണ്ട്
ഡൽഹിയിൽ ഞങ്ങളുടെ സമരം വന്നപ്പോൾ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് പറഞ്ഞു, നിങ്ങൾ സമരം നടത്തേണ്ടത് കേരളത്തിലാണ്. കേരളത്തിൽ സമരം നടത്തിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഞങ്ങൾ അതിന്റെ ഇരട്ടിക്ക് ശമ്പളത്തിന് ആളെടുക്കുള്ളൂ. അത് കേരളത്തിൽ മാത്രമല്ല, പല പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ഗൾഫ് കൺട്രിയിൽ പോലും കേരളത്തിലെ ശമ്പളം കൂടിയാൽ കിട്ടും എന്നുള്ളതാണ്, ഇരട്ടി കിട്ടും. അതുകൊണ്ട് തന്നെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് മാത്രമല്ല നഴ്സസ് ഓൺ കൺട്രി എന്നും കൂടിയും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ നിലപാടിൽ അന്നും ഇന്നും മാറ്റമുണ്ടല്ല. ഭരിക്കുന്ന പാർട്ടി ആര് ഞങ്ങളുടെ പ്രശ്നമല്ല, ആര് വേണം ഭരിച്ചോട്ടെ. പക്ഷേ എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ ശമ്പള പരിഷ്കരണം ഉണ്ടാകണം എന്നുള്ളതാണ് മിനിമം വേജ് ആക്ട്. മിനിമം വേജ് ഞങ്ങൾ ഉണ്ടാക്കിയല്ല, സർക്കാർ ഉണ്ടാക്കിയ. അപ്പം ചിലർ ചോദിക്കും എന്താണ് ലേബർ കോഡ് വന്നിട്ട് 300 രൂപ കൂടുതലുള്ള എന്താ പറയുക ജീവനക്കാരുണ്ടെങ്കിൽ പിരിച്ചുവിടും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നവരെ അങ്ങനെ പിരിച്ചുവിടാൻ ചങ്കൂറ്റുള്ള കേരളത്തിലെ ഏതെങ്കിലും മാനേജ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അറിയണേ. അയ്യൂബ് എല്ലാവർക്കും കേരളത്തിൽ സമരം ചെയ്യാൻ താല്പര്യമുണ്ട്. മറ്റു അയ്യൂബ്, ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവർ കേരളത്തിന് പുറത്തു പോയിട്ട് സംഘടിപ്പിക്കുന്നത്. ഈ സംഘാടനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം പറഞ്ഞുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും പറഞ്ഞില്ല അല്ലേ. UN ഇപ്പോൾ CAT എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യ മുഴുവനുള്ള സംഘടനയാണ് അല്ലേ. പക്ഷെ സമരം കേരളത്തിലല്ലേ ബാധിക്കാറ്. ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ സ്ട്രൈക്ക് നടത്തി, അപ്പം അതിനർത്ഥം എന്താ പറയുക CAT-ന് മറ്റു സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഇല്ലാതാണോ? അല്ല, അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ട്. പക്ഷെ അവിടെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരു ആശേരിക്ക് UP-യിൽ കിട്ടുന്ന ശമ്പളം അല്ലല്ലോ കേരളത്തിൽ കിട്ടുന്നത്, ആണോ? അല്ല. എന്തുകൊണ്ടാണ് ബംഗാളികളെല്ലാം കേരളത്തിലേക്ക് വരുന്നത്? കേരളത്തിൽ ശമ്പളം കൂടുതലാണ്. പക്ഷെ കേരളത്തിൽ ശമ്പളം കുറവുള്ള ഏക പ്രൊഫഷനാണ് നഴ്സിംഗ്. ഞങ്ങൾ മാത്രമല്ല, ഈ സ്വകാര്യ ആശുപത്രി ടീച്ചർമാരൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അവിടെ നമ്മൾ ഇടപെടാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിൽ ശമ്പളം കൂട്ടാൻ കൃത്യമായി കൂടണം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അംഗബലം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് UNAക്ക് കേരളം. അപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ആളുകൾ വരണം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശുപത്രി ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ അടുത്ത 3 വർഷം കൊണ്ട് 100 ആശുപത്രികളാണ്, 64 എന്നിട്ട് കറക്റ്റ് ആശുപത്രികളാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള 100ഓളം ആശുപത്രികൾ. ഈ ആശുപത്രികൾ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. കേരളത്തിൽ പേയിങ് കപ്പാസിറ്റി ഉണ്ട്. അത് കൂടാതെ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ആശുപത്രികൾ കൃത്യമായിട്ടുള്ള പണം മേടിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഭീകരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 40,000 രൂപ എന്ന് പറഞ്ഞാൽ 1333 രൂപ ഞങ്ങൾക്ക് കിട്ടണം. കാരണം 2016 സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയും 40,000 രൂപ അടിസ്ഥാന ശമ്പളമാണെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും 40,000 രൂപ കിട്ടാൻ അർഹതയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ബിജി ജോൺ 50,000 അതിന് മുന്നിലൊക്കെ വേണം ബിജി ജോൺ. പക്ഷേ ആദ്യം നമുക്ക് 40,000 എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. കാരണം ഈ 40,000 നമ്മൾ പറയാൻ കാരണം സുപ്രീം കോടതി പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാമത് മറ്റേ നമ്മുടെ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞു. ഈ കമ്മിറ്റികളൊക്കെ 10 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പം കിട്ടിയേ പറ്റുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിലപാട് ഞങ്ങൾ ശക്തമായി കാണിക്കും. എന്തായാലും വിജ്ഞാപനം ഇറങ്ങി. ആ വിജ്ഞാപനം വരുമ്പോൾ ഞങ്ങളെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം ശമ്പളം കിട്ടണം. സർക്കാർ ഉത്തരവിറക്കിയാൽ ഉടൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളിട്ട മുഴുവൻ ആളുകളും അത് ഇട്ടേ പറ്റും. അപ്പം ഇനി നമ്മുടെ പോരാട്ടം സ്വാഭാവികമായിട്ടും ഉത്തരവ് കൈക്കിട്ടണേ. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഞാനിപ്പോൾ 1-2 മാധ്യമങ്ങൾ കണ്ടു. അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ ലത്തീഫൊക്കെ ചോദിക്കണം, ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ പ്രൊഫൈൽ ഇപ്പോഴാണ് മൂപ്പര് കാണുന്നത്. ഞങ്ങൾ നടത്തിയ കഴിഞ്ഞ മാസവും അതിന് മുന്നത്തെ മാസവും വർഷം നടന്നൊന്നും ലത്തീഫ് കെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവർ വന്ന് ചോദിക്കും എത്ര. ഇവർ ഒരേ മാറ്റത്തെ പോസ്റ്റർ ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് നമുക്ക് 10-25,000 പേരടങ്ങുന്ന വലിയ സൈബർ സെൽ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞത്? കാരണം വിവരമില്ലാത്തവർക്കും അടിസ്ഥാന ബോധമില്ലാത്തവർക്കും മറുപടി കൊടുത്തൊരു കാര്യമുണ്ടോ? ഇല്ല. വീണ്ടും ചോദിക്കുവര്, എന്തിനാ നിങ്ങൾ 3 കോടി മേടിച്ചത്? അപ്പോൾ അത് അന്ന് ഏതോ ഒരു ചാനലിൽ വന്ന വാർത്തയാണ് അല്ലേ? അപ്പോൾ ഒരു 3 കോടി എവിടെയാ?
ഇല്ല. അല്ലെങ്കിൽ എവിടെ പോയി, എന്ത് നിങ്ങൾക്കെതിരെ കേസുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം സംഘടനാ പ്രവർത്തനം നടന്നവർക്ക് പറഞ്ഞതാണ്. ആൺകുട്ടികളാവുമ്പോൾ മാവുള്ള കാലിൽ കല്ലെറിയുമ്പോൾ ഇത് വരും. അങ്ങനെ ലാവ്ലിൻ കേസ് വന്നില്ലേ കേരള മുഖ്യമന്ത്രിക്കെതിരെ? അതിനർത്ഥം ലാവ്ലിൻ കേസിൽ എൻ്റെ അടുത്ത് അതിൻ്റെ തെളിവൊന്നുമില്ല. ശബരിമല കൊള്ള നടന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല അത് ആണാണ് ഇല്ല എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും ഈ രക്തസാക്ഷി ബണ്ട് കട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു. എനിക്കറിയില്ല അത് ശരിയാണോ ഇല്ലത്. അറിയാത്ത കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെയാണ് ഒരു റിപ്ലൈ അയക്കാം? അപ്പം ഇത്തരം രാഷ്ട്രീയ വെട്ടുകളിയോട് എനിക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് പറയരുതെന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വേദിയിലേക്ക് ആർക്കും കടന്നു വരാം, ആർക്കും സ്വാഗതമുള്ളൊരു വേദിയാണ്. 2016 ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ വേദിയിലേക്ക് കടന്നു വന്നതെല്ലാം എന്തായിരുന്നു? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കാര്യമായിരുന്നു. ലത്തീഫ് കെ, ഡോക്ടർ ഷാനവാസ് ആരെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയ കാര്യങ്ങൾ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചോദ്യങ്ങൾക്ക് മറുപടി വരട്ടെ. എൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ എനിക്ക് 24 hours വേറെ പണിയൊന്നുമില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സംഘടനാ പ്രവർത്തനം നടത്തി എൻ്റെ സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കും. ഈ സംഘടന നയിക്കാൻ ഒരുപാട് നല്ല വെടിക്കെട്ട് നേതാക്കന്മാർ ഓരോ യൂണിറ്റ് തലത്തിലും ജില്ലാ തലത്തിലുണ്ട്. അങ്ങനെയാണ് ഈ സംഘടന എന്താവണത്. ഈ മണ്ടന്മാരായിട്ട് കുറച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്താണ് ശരിക്കും കേരളം പ്രബുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം മണ്ടന്മാരെ നമ്മൾ കാണുമ്പോൾ ഇത്ര പ്രബുദ്ധമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നലൊക്കെ എന്താ പറയുക ലൈവിൽ വരാൻ തോന്നിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം മണ്ടന്മാർ വന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ നിങ്ങൾക്ക് തന്നെയാണോ പണി? നമ്മൾ മറുപടി കൊടുത്തേക്കും. വയനാട് പണ്ട് കോൺഗ്രസ് കട്ട് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഓം ഭദ്രരാജ്, ഞാൻ വീണ്ടും പറയുന്നതാണ്, നമ്മളെ അറിയുന്ന വ്യക്തിയാണ്. ഞാൻ പഠിക്കുന്ന കാലം മുതലേ അറിയുന്ന ആളാണ്. എനിക്കറിയില്ല വയനാട് കോൺഗ്രസ് കട്ടോ ഇല്ലേ എന്ന് പറയാൻ. ഞാൻ കേരള പോലീസും അല്ല, അല്ലെങ്കിൽ ഞാൻ മറ്റു പാർട്ടികളുടെ ഈ കാര്യങ്ങളെ പറ്റി കേൾക്കാറില്ല. ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ എന്ന് പറയുന്ന കുറേ പടങ്ങൾ ഇട്ടിട്ട്, കാരണം എനിക്ക് അവരൊന്നും ഒറിജിനൽ ആൾക്കാരാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതോ അവരുടെ ഐഡിയിൽ വന്ന് ഒച്ചമണി ഉണ്ടാക്കുന്നവരാണെന്നും അറിയില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ ഇടുന്ന പോസ്റ്റിനെ പറ്റിയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇവിടെ ആരും വന്നിട്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. UNA എന്ന് പറയുന്ന സംഘടന, അതിന്റെ അമരത്ത് ഞാൻ അതിന്റെ ഒരു പ്രസ്ഥാനം, ആ സംഘടനക്ക് ഉണ്ടാക്കാൻ ഞാൻ നേതൃത്വം നൽകിയെന്നുള്ളതാണ്. തുടക്കം കിട്ടുമെന്നുള്ളതാണ്. അതിന്റെ ബഹുമാനവും കാര്യങ്ങളും എന്നും എനിക്ക് സംഘടന കിട്ടിയിട്ടുണ്ട്. എന്നെ എന്തെല്ലാം പേരിട്ട് വിളിച്ചു. ജിഹാദി എന്ന് വിളിച്ചു. കുറെ ആൾക്കാർ പറഞ്ഞു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മാത്രം സമരം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ട് ജിഹാദി എന്ന് വിളിച്ചു. കുറെ വിളിച്ചു. എന്ത് തേങ്ങ ഉണ്ടാവുക? ഒരു തേങ്ങ ഉണ്ടാവുക. രണ്ടാമത് മുസ്ലിം സ്ഥാപനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സമരം ചെയ്തു പറഞ്ഞു. ചിലർ പറഞ്ഞു മുസ്ലിം സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമരം ചെയ്തു. ഇതൊന്നും പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്നവനോ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞു നിന്നെ ഉടൻ പൂട്ടും, പിന്നെ പൂട്ട് എന്ത് ലോക്കട്ടങ്ങൾ പൂട്ടുക, മണിച്ചിട്ടതായിട്ട് പൂട്ടുമോ? ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരെ പറയണം. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. UNA എന്ന് പറയുന്ന സംഘടനയിലുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയമില്ലാഞ്ഞിട്ടാണ്. ഈ സംഘടനയിൽ പെൺകുട്ടികൾ കൂടുതലായതുകൊണ്ട് എന്തുണ്ട്, കുറച്ച് മയം നിങ്ങൾക്ക് ഉണ്ടാവും. അതല്ലാതെ അവരുടെ പോരാട്ട വീരത്തിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. ക്ഷമിക്കണം ജാസ്മിൻ ഷാ, നമ്മുടെ പ്ലാൻ നാളെ പറയും. അതിനാണല്ലോ സ്വാഭാവികമായിട്ട് എന്ത് ഇറങ്ങണം, നാളെ കമ്മിറ്റി ഇറങ്ങണത്. നമ്മുടെ സമരത്തിന് പിന്മാറുന്നു എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ എന്ത് ഉറപ്പാ പറയാ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവ് കൈ കിട്ടിയോ? ഇല്ല. ഉത്തരവ് വരട്ടെ. ഉത്തരവ് വന്ന് നമ്മൾ വായിക്കട്ടെ. ഇനി വായിച്ചാൽ തന്നെ ഉത്തരവ് ഇറക്കാനുള്ള പവർ സർക്കാരിനാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. മന്ത്രി പോലും ഇന്ന് പത്രപ്രസ്ഥാനം നടത്തിയപ്പോൾ ഞാൻ ആശുപത്രി മാനേജ്മെന്റിനോടും സംഘടനയോടും സംസാരിക്കാം. സത്യം പറഞ്ഞാൽ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരനല്ല. മന്ത്രി സുപ്രീം പവറാണ്. അതായത് കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ശമ്പളം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇപ്പൊ UNA യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 490 ആശുപത്രി, 1500-ലധികം ആശുപത്രി ഉണ്ട്. അതിൽ വെറും 490 അടുത്താണ്, അല്ലെങ്കിൽ 476 അല്ലേ അജയ്? 476 അല്ലേ? 476 സ്ഥലത്ത് ഇപ്പൊ പുതിയ ആശുപത്രികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 490 ഇപ്പൊ പുതിയതായിട്ട്. അപ്പം ഈ പുതിയ യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അഭിവാദ്യം. കാരണം നമുക്ക് ഇപ്പൊ കണ്ണൂർ ബേബി മെമ്മോറിയൽ
അതുപോലെ തന്നെ കോഴിക്കോട്. അപ്പോൾ സത്യം പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദേശാഭിമാനി വാർത്ത കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 490 ആശുപത്രിയിൽ നിന്ന് 300 പേര് വെച്ചിട്ട് സമരത്തിൽ പങ്കെടുത്തു എന്ന് ദേശാഭിമാനി വാർത്ത കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവർ പറഞ്ഞു സ്പോൺസേഡ്, വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ പരിപാടികൾ നടത്താൻ ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് വളരെ കൃത്യമായി ഞങ്ങൾ പ്രഖ്യാപിക്കും. അത് ഞങ്ങളുടെ ആളുകളുടെ അക്കൗണ്ടിൽ ശമ്പളം വരുന്നവരെ ആ പോരാട്ടം തുടരും. കരട് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ സർക്കാരും ഞങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ തീർന്നു. അവിടെ പിന്നെ ഞങ്ങളും ആശുപത്രികളും തമ്മിലാണ്. ആ ആശുപത്രികളുമായി ഞങ്ങൾ പോരാടുമ്പോൾ അപ്പോഴും വരും ആൾക്കാർ. കാരണം ഈ മാനേജ്മെന്റ് നല്ല പണം ഇറക്കും. ഇപ്പം ഞാൻ അറിഞ്ഞത് ഓരോ മാനേജ്മെന്റ് 5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാനാണ്. 1500 ആശുപത്രി ഇൻറ്റു 5 ലക്ഷം അല്ലേ? 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയായി. അപ്പം അത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരോടൊരു മമത ഉണ്ടാവും. ഇവിടെ സാധാരണക്കാരൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ കമന്റിട്ട് തെറി വിളിച്ച് വരുന്ന ആൾക്കാർക്ക് തന്നെ നാളെ ഒരാവശ്യമായിട്ട് ആശുപത്രി ചെന്നാൽ കാണാം, ഉണ്ടയിലടിച്ച് തരും ആശുപത്രിക്കാർ. നല്ല ഗംഭീര ബില്ല്. അവിടെയും ഈ നോക്കാൻ ഈ തെറി വിളിച്ച് നിൽക്കുന്ന ആളുകളെ നോക്കാൻ വേണ്ടിയിട്ട് ആരേ ഉണ്ടാവുള്ളൂ? ഈ നഴ്സുമാരും അവിടുത്തെ ആശുപത്രി ജീവനക്കാരേ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UN എന്ന് പറഞ്ഞ സംഘടന നഴ്സുമാരെ മാത്രമാണെന്നുള്ള ധാരണ വേണ്ട. അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. ക്ലീനിങ് ജീവനക്കാർ വരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഞങ്ങളെ സംഘടന ഒപ്പം അതേ ആശുപത്രിയിൽ മറ്റൊരു യൂണിയൻ വിചാരിക്കട്ടെ, അത് CAT ആയിക്കോട്ടെ, INTC ആയിക്കോട്ടെ, BMS ആയിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം തൊഴിലാളികളാണ്. എല്ലാവരും ഞങ്ങളൊപ്പം നിൽക്കുന്നവരാണ്. അവിടെ ഞങ്ങളൊരു വ്യത്യാസം കാണില്ല. തൊഴിലാളികൾ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിലാണ് ഞങ്ങൾ നിൽക്കുക. അപ്പം പിന്നെ ചിലർ ചോദിക്കും, നീ എന്താ ലേബർ കോഡ് വന്നപ്പോൾ നിന്റെ തല കറങ്ങിപ്പോയെന്ന് ചോദിക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ സർക്കാരുകൾ എന്ന് പറയുന്നത് ഓരോ ലോ ഇറക്കിക്കൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ ഒരു സമരം ഒറ്റയ്ക്ക് നടത്തിയൊന്നും കാര്യമൊന്നുമില്ല. തൊഴിലാളി മുന്നേറ്റം നടന്നാൽ ഏത് കൊല കൊമ്പനും കീഴ്മേ വീഴും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ UNAയുടെ ഈ വിജയമായിട്ട് വാർത്ത വരുന്നത് ശരിയാണെങ്കിൽ ഉള്ള ഒരു കാര്യം. ഞങ്ങൾ ഒരാളെയും ഭയപ്പെടില്ല, ഒരു സർക്കാരിനും ഞങ്ങൾ ഭയപ്പെടില്ല. നിങ്ങൾ ഞങ്ങളെ അങ്ങോട്ട് പേടിപ്പിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് എത്ര ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ സംഘടനയുള്ള ആൾക്കാർ നിങ്ങൾ പറഞ്ഞല്ലോ, ഓ നീന്റെ കയ്യിലാണോ 28 ലക്ഷം നഴ്സുമാർ? 28 ലക്ഷം നഴ്സുമാർ ഞങ്ങളപ്പല്ല, പക്ഷെ 12 ലക്ഷം നഴ്സുമാർ ഞങ്ങളപ്പുണ്ട്. ഈ 12 ലക്ഷം നഴ്സുമാർ കുടുംബത്തിലെ അന്നദാതാക്കളാണ് എൻ്റെ പ്രിയപ്പെട്ട എതിരാളികളെ. ഞങ്ങൾ വിചാരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും, അതിൽ തർക്കമൊന്നുമില്ല. മനസ്സിലായോ? പ്രൈവറ്റ് ആശുപത്രി നിയന്ത്രണം സർക്കാരിനില്ല. അതെങ്ങനെയാണ് സർക്കാരിനില്ല അറിയാം? പ്രൈവറ്റ് ആശുപത്രിയിലെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും നിയന്ത്രണം സർക്കാരിനാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ലൈസൻസ് എടുക്കാതെ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പറ്റുമോ? കേരളത്തിൽ എന്തെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഞാൻ സ്വകാര്യ സ്ഥാപനം തുടങ്ങും, സർക്കാരിനൊന്നും പെർമിഷൻ ഇല്ലാന്ന് പറയുമോ? തദ്ദേശ സ്വയംഭരണത്തിന്റെ ഒരു ആശുപത്രി തുടങ്ങാൻ എത്ര ലൈസൻസ് വേണം? 36-40 ലൈസൻസ് വേണം. സർക്കാരുകളാണ് അതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ട നടപടിയെടുക്കും. എന്തിനാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട് ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തൊഴിൽ വകുപ്പില്. എന്താ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം? അതിന് ആശുപത്രിയിൽ നിന്നല്ല, തൊഴിലാളികൾക്ക്, അത് ഏത് മേഖല ആയിക്കോട്ടെ, ആ തൊഴിലാളികൾക്ക്. ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഇവിടെ തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളെ പറ്റി തൊഴിലാളി സംഘടന അവര് ജനങ്ങളെ ബോധമാക്കി. ഇവിടെ ജാതിയും മതത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെ പ്രകടനത്തിന്റെ അവരുടെ തിണ്ണം നിറങ്ങുന്നു, അവരുടെ കൂടെ പോകുന്നു, അവർ പറഞ്ഞത് കേൾക്കുന്നു. അവിടെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് ഇവരാരും ചിന്തിക്കണില്ല. ഞങ്ങളുടെ സംഘടനയിൽ അല്ലെങ്കിൽ UN എന്നുള്ള പ്രസ്ഥാനത്തിന് ജാതി മത സംഘടനകൾക്കോ അതിന്റെ പിൻബലങ്ങൾക്കോ ഒരു തരത്തിലുള്ള സ്വാധീനമില്ല. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ജാസ്മിൻ ഷാ കോടീശ്വരൻ. ജാസ്മിൻ ഷാ കോടീശ്വരൻ തന്നെയാണ്. എങ്ങനെയാണ് കോടീശ്വരൻ ആവുന്നത്? ഈ സംഘടനയുള്ള കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ സ്നേഹം കൊണ്ട് കോടീശ്വരനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ആരൊക്കെ പറഞ്ഞു നീ ഇന്നോവ വാങ്ങിയോ? ഇന്നോവ വാങ്ങിയിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്നോവ ഒന്നുമില്ല എൻ്റെ കയ്യിലുള്ള. അതിലും
മുന്തിയ വണ്ടികളാണ് എൻ്റെ കയ്യിലുള്ളത് സംഘടനയുടെ ഭാഗമായിട്ടാണ്. ഇതെന്താ ഈ ലത്തീഫ് പറഞ്ഞത്? ആരാണ് ഏഷ്യാനെറ്റ് മുതലാളി? ആരെങ്കിലും ആയിക്കോട്ടെ ഏഷ്യാനെറ്റ് മുതലാളി, ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾ മാധ്യമങ്ങളുടെ വാർത്ത ഞങ്ങൾക്ക് എതിരായി വരുമ്പോൾ മാപ്ര കോപ്ര എന്ന് വിളിച്ച് ചെല്ലുകയും അതിനുശേഷം ഈ പറയുന്ന മാധ്യമക്കട്ടിൽ എന്തെങ്കിലും വാങ്ങാൻ എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് വെച്ച് ഒട്ടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് എനിക്ക് അവസരവാദികൾ എന്ന് പറയാം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല, ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ചില മണ്ടി നേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ കൂടെ തന്നെ ഒരാൾ പോസ്റ്റ് ഇട്ടാ 30 വർഷം സീനിയർ നേഴ്സാണ് ഞാൻ, നിങ്ങൾ എന്താണ് ആശുപത്രിയായിട്ട് ചർച്ച നടത്തുന്നത്? 30 കൊല്ലം ഈ മേഖല ഇതേപോലെ അടിമ സമാനം കണ്ടിട്ട് ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്ത്രീ വിരുദ്ധമായി എന്നൊക്കെ പറഞ്ഞു വരും. അവർക്ക് എന്താണ് 30 വർഷമായി എന്ന് പറഞ്ഞിട്ട് എന്റെ പോസ്റ്റിൽ കുറെ ആൾക്കാർ കൂടെ നോട്ടിച്ച. അപ്പോ ഈ 30 വർഷമായ ആൾ പറയാം ആശുപത്രി മാനേജ്മെന്റ്, നിങ്ങൾ ആശുപത്രി മാനേജ്മെന്റ് ഞങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കൂലിയാണ്. അപ്പം കിംസിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആൾക്കാർ ഞങ്ങളുടെ വേദിയിലെത്തി പ്രഖ്യാപിച്ചു കൂടുതൽ 16ഓളം ആശുപത്രികൾ അവിടെ വരാമെന്നാണ്. പക്ഷെ അവരെ പലരും പിന്തിരിപ്പിച്ചു, രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകൾ പിന്തിരിപ്പിച്ചു. ആ പ്രഖ്യാപനം നടത്തിയത് സർക്കാർ പ്രഖ്യാപിച്ച 40,000 തരാം. അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ പറ്റില്ല, ആളുകൾ തെറിയാണ്. ഷാഹിദ് പറഞ്ഞു 800 ബെഡിൽ എത്ര ആശുപത്രി? എന്റെ അറിവിൽ ഒറ്റ ബെഡേ ഉള്ളൂ, ഒറ്റ ആശുപത്രി ഉള്ളൂ. പല ആശുപത്രികളും ഉണ്ടായിരുന്നു, അമൃത ആശുപത്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പുഷ്പഗിരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന മലബാർ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, വയനാട് വിംസ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്തു അറിയോ? ഈ ബെഡുള്ള ആശുപത്രി, ഒരു ആശുപത്രിനെ മറ്റെന്താ പറയുക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബിൽഡിങ്ങും ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് വേണ്ടി ഇതിന്റെ എണ്ണം അങ്ങോട്ട് കുറച്ചു. 2 ഹോസ്പിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്തു. ആരത് രജിസ്റ്റർ ചെയ്യാൻ അവസരം കൊടുക്കുന്നത്? അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ. പണം കൊടുത്താൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നാട്ടിലാണ് ഒരു സമൂഹം അതിജീവനത്തിന് വേണ്ടി കഴുത്തുറ്റ പോരാട്ടം നടത്തുന്നത്. ഇവിടുത്തെ എല്ലാ തൊഴിൽ വിഭാഗത്തിലും, എല്ലാ തൊഴിലാളി വിഭാഗത്തിലും എന്തുണ്ട്? കരുത്തുണ്ട്. അവർ ഒരുമിച്ച് നിന്നാൽ ഏത് കൊല കൊമ്പനും വീഴും, ഏത് അധികാരി വർഗവും വീഴും. ആ രീതിയിൽ പോകുമ്പോൾ തൊഴിലാളി സംഘടന ഒരുമിച്ച് നിന്നാൽ, പക്ഷെ ഞാൻ പറയും ഇതിൽ പ്രശ്നം വരുന്നത് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഭിന്നിച്ചു നിൽക്കും. ഏത് വിഭാഗം ഭിന്നിച്ചു നിൽക്കുന്നോ ആ വിവാദത്തിനൊന്നും കിട്ടില്ല. ഇന്ന് നഴ്സിംഗ് സമൂഹത്തിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നിങ്ങൾ ഓരോരുത്തരും അഭിവാദനം ചെയ്ത് ആശുപത്രിയിലെ മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത് അഭിമാനത്തോടെ നിങ്ങൾ നിൽക്കണം, സന്തോഷത്തോടെ നിങ്ങൾ നിൽക്കണം. കാരണം എന്താ, നമ്മൾ നേടിയത് ചെറിയ കാര്യമല്ല. 3 വർഷം ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയിൽ നമ്മൾ പങ്കെടുത്തില്ല. മന്ത്രി പറഞ്ഞ കറക്റ്റാണ്. എന്തിനാണ് ഇത്രയധികം ചർച്ച? ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ നടപ്പിലാക്കുന്നത് ജഗദീഷ് പ്രസാദ് ഇവരെന്തിനാ ഈ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്? കുറെ റിപ്പോർട്ട് ഉണ്ടാക്കും. നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഈ കമ്മിറ്റി, അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിനെ പഠിക്കാൻ ഇത്ര കമ്മിറ്റി. എന്നിട്ട് ഈ കമ്മിറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റിയിലെ നടപടി നടപ്പിലാക്കണമെങ്കിൽ വീണ്ടും ചർച്ച. പിന്നെ എന്തിനാണ് ഈ വിദഗ്ധ കമ്മിറ്റി ഉണ്ടാക്കുന്നത്? കമ്മിറ്റി എന്ന് പറയുന്ന സംഗതി തന്നെ ഒന്നുകിൽ നിങ്ങൾ നടത്താതെ ചർച്ചകൾ നടത്തി ഇതാക്കുക. രീതിയിൽ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നോക്കുള്ളൂ. എന്തായാലും നഴ്സിംഗ് സമൂഹത്തിന് ഭിന്നിപ്പിക്കാനോ ഈ സംഘടന തകർക്കാനോ ഒരു എന്തിനാണോ ജാസ്മിൻ ഷാനെ നേതാവാക്കി വെച്ചിട്ടുണ്ടെന്നല്ല, നിന്നെപ്പോലുള്ള മണ്ടന്മാരെ നേരിടാൻ നഴ്സിംഗ്മാർ തെരഞ്ഞെടുത്ത നേതാവാണ് ഞാൻ. മനസ്സിലായോ? പിന്നെ എനിക്ക് അഭിമാനത്തോടെ ഇന്നും പറയാനുള്ളൊരു കാരണം എന്താ, നിങ്ങൾക്ക് ഇപ്പൊ പത്ര കട്ടിങ് വെച്ചിട്ട് പറഞ്ഞു ജാസ്മിൻ ഷാ 3 കോടി സംഘടനാ ഫണ്ട് എടുത്ത ആളാണ്. ഞങ്ങൾ 8 പേര് അതിൽ പ്രതികളാണ് ആയിരുന്നു. അതിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. UNAയുടെ ഫണ്ട് എടുത്തു എന്നുള്ള ആരോപണം, അല്ല ആശുപത്രി മാനേജ്മെന്റിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി എന്നുള്ള ആരോപണം വന്നില്ലല്ലോ. അങ്ങനെ വന്നാലാടാ ഞങ്ങളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടത്. ഈ സംഘടന എന്ന് പറയുന്ന കാര്യത്തില് ഈ സംഘടനക്കുള്ളിലുള്ള ഞങ്ങളുടെ ആളുകൾക്ക് അറിയാം ഈ സംഘടന കണക്കുകൾ എങ്ങനെ കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സംഘടനക്ക് മെമ്പർഷിപ്പ് ചെയ്യുന്ന ഒറ്റ ഫീ ഉള്ളൂ. ഏതെങ്കിലും കേരളത്തിൽ ആശുപത്രിയിൽ നിന്ന് 1 രൂപ ഡൊണേഷൻ വാങ്ങിയെടുക്കുക വരാൻ പറ്റുമോ? ഞങ്ങൾ വാങ്ങൂല. ഞങ്ങൾക്ക് അവരെ ഔദാര്യം വേണ്ട.
മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 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 എമൗണ്ട് മാത്രമേ ഞങ്ങൾ വാങ്ങുക. നിങ്ങൾ സർക്കാർ മേഖലയിൽ നഴ്സുമാരോടൊന്ന് പോയി ചോദിക്കുക, അവിടെയുള്ള എന്താണ് പിരിവെത്രയെന്ന് ഒരു റെസിപ്റ്റ് പോലും കൊടുക്കില്ല, ഒരു സംഗതി പോലും ഉണ്ട്. ഈ സംഘടന അങ്ങനെയല്ല. ഈ സംഘടന ആൾബലം കൂടി വരിക. ഞങ്ങൾ നടത്തിയ പോലത്തെ ഒരു പ്രകടനം കേരളത്തിലെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് സംഘടന നടത്തട്ടെ. പിന്നെ വേറൊരു സംഘടന കാര്യം ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട് നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ സമരഫലമായിട്ടാണ് കേരളത്തിൽ ഇത്രയധികം എന്ത് ചെയ്തത്? സംഘടന പൈസ അടിച്ചു മാറ്റാമെന്നാണോ അയ്യൂബ്? സംഘടന പൈസ തിരിമറി ചെയ്യാൻ നേതാക്കന്മാർക്ക് മാത്രം പറ്റുമെങ്കിൽ എല്ലാ സംഘടനകളും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കോടതി എടുത്ത് കളഞ്ഞത്? കേസെടുത്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് അന്ന് KNMC ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചോണ്ടല്ലേ. ഈ സംഘടന ഒരു പൊടിക്കുട്ടി കാര്യങ്ങൾ പറഞ്ഞോ? ഒരാളെയാണ് ആരോപണം ഉന്നയിച്ച ആ ആളെ പിന്നീട് CITന്റെ നഴ്സിംഗ് സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒന്നാക്കി. അത് ഉപകാര സ്മരണ എന്ന് പറയുന്നത്. ആ രീതിയിൽ ലത്തീഫ് കെ കുറെ നേരം ഷെയർവാസ് എയർ പോസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ് എൻ്റെ നമ്പർ 9526444477. താങ്കൾ ആ നമ്പറിലേക്ക് എനിക്ക് ആ പോസ്റ്റ് ഒന്ന് ഇട്ട് തന്നാൽ അതിന് ഞാൻ മറുപടി കൊടുത്തോളാം. മനസ്സിലായോ? അപ്പോൾ ഒരു സംഘടനയിൽ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ ആ കൗൺസിൽ തീരുമാനിക്കണം. റെജിമോൾ ജോസഫ്, ഞാൻ വർക്ക് ചെയ്യുന്നത് സബൈൻ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ജനതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഫുൾ ടൈമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഈ സംഘടനക്ക് സംസ്ഥാന നേതൃത്വമുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലായോ? അനന്ത വിഷ്ണു, നിന്റെ ഒക്കെ സർക്കാരിനെതിരല്ലേ ആരോപണം? എൻ്റെ ശബരിമല, രക്തസാക്ഷി ഫണ്ട്, ഇതൊന്നും നിന്റെ പേരിലല്ലോ. ഇതൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ലോ. നിന്നെ പോലെ ഉള്ള വിവരദോഷികൾ ഇവിടെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് കമന്റ് അതേമാതിരി മറുപടി കൊടുക്കാൻ പറ്റില്ല. ഇതേമാതിരി ലൈവിൽ വരുമ്പോൾ തരാം. അപ്പോൾ കമന്റ് ഇട്ടോ, ഞാൻ മറുപടി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാം. ഷാഹിദ് പറഞ്ഞ ലോങ് മാർച്ച് പ്രഖ്യാപനം മാത്രമാണ്. ലോങ് മാർച്ച് നമ്മൾ പ്രഖ്യാപിച്ചത് സർക്കാർ വിജ്ഞാപനം ഇറക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. സർക്കാർ വിജ്ഞാപനം ഇറക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ കാര്യം അറിയില്ല. കാരണം നമ്മൾ ഈ മാധ്യമങ്ങളെ വാർത്ത വന്നാൽ ആ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനോ അതിൻ്റെ ഒരു അഭിപ്രായം പറയാനോ ഞങ്ങൾ നിൽക്കാറില്ല. അതായത് ഞങ്ങളെ കയ്യിൽ അതിൻ്റെ ഓർഡർ കിട്ടണം. അതിനുശേഷം നമ്മൾ സംഘടനയുടെ യോഗം കൂടും. അതിലെ ഭൂരിപക്ഷ തീരുമാനം ചർച്ച ചെയ്യും. എന്തായാലും ശമ്പളം അക്കൗണ്ട് കയറാതെ സമരം നിർത്തില്ല. അത്രമാത്രം പറഞ്ഞാൽ പോരെ. എടാ എൻ്റെ അച്ഛനൊക്കെ വിളിക്കുന്ന പേര് എന്തിനാടാ സന്തോഷം ഇവിടെ വന്ന് വിളിക്കണേ? അച്ഛനെയും അനിയനൊക്കെ വിളിക്കണേ വീട്ടിൽ പോയി വിളിച്ചാൽ പോരെ? ഇവിടെ വന്ന് വിളിക്കണോ? അടുത്ത് നഴ്സസിന് മാത്രമാണ്. ഒരു ഘട്ടത്തിൽ നഴ്സസിന് മാത്രമായിരുന്നു എന്ത് 3 ഷിഫ്റ്റ്. ഇപ്പോൾ അത് പിന്നീട് എല്ലാ ജീവനക്കാർക്കും നോക്കി അതിനുശേഷം അത് സ്റ്റേ ചെയ്തു. ആ രീതിയിൽ ഇതെന്താ ലത്തീഫ് മാധ്യമത്തിൻ്റെ മാധ്യമം പത്രം എനിക്കറിയില്ല അതിൻ്റെ മുതലാളിമാരാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ 28,000 അല്ലേ വിജ്ഞാപനം? അറിയില്ല ഷാഹിദ് പറമ്പൽ എത്രയാണ് വിജ്ഞാപനം എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുന്നു. ചിലർ പറഞ്ഞ് 23,000 ചിലർ പറഞ്ഞ് 25,000 ചിലർ പറഞ്ഞ് 28,000. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യമായിട്ടുള്ള വർധനവൊന്നും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. ബിനു ബിയാസ്, ഞാൻ സബൈൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. പേഴ്സണൽ കാര്യങ്ങൾ പിന്നെ പറഞ്ഞാൽ പോരെ. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടാം. എൻ്റെ പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. കുറേ ആൾക്കാർ ഇങ്ങനെ വീണ്ടും എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ജോൺസൺ സാമൂഹ്യ താങ്കളുടെ പേരിലുള്ള കേസ് വരുന്നു. അതും പോട്ടെ, നിങ്ങളുടെ സംഘടന എന്താ വേഗം പോകുന്നുണ്ട്. ഒന്നും കൂടി ആ പോസ്റ്റ് ഇട്ടാൽ നന്നായി. ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് മുകളിൽ പോയിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരിലുള്ള കേസ് എനിക്ക് ഒരുപാട് കേസുണ്ട് കേട്ടോ. എൻ്റെ പേരിൽ ഏകദേശം 200ഓളം കേസുണ്ടായിരുന്നു. ഇപ്പോൾ 10-ൽ താഴെ കേസുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസുകൾ വക്കീലന്മാർ നടത്തിക്കോളും. ഞങ്ങൾ നല്ല വക്കീലന്മാരുണ്ട്. UN-യുടെ ഭാഗമായിട്ട് കേസ് നടന്ന ആൾക്കാരാണ്, വക്കീലന്മാരാണ്. അവർ കൃത്യമായിട്ട് നടത്തിക്കോളും. എല്ലാ പാർട്ടിയുടെയും സംഘടനാ നേതാക്കന്മാർക്കെതിരെ നീ എന്തിനാ കുറഞ്ഞ ശമ്പളം? ഞാൻ കുറഞ്ഞ ശമ്പളം അയ്യോ ബ്രോ, എനിക്ക് നല്ല ശമ്പളമുണ്ട്. ഞാൻ എവിടെ കയറുമ്പോഴും വ്യക്തിപരമായി എനിക്ക് എൻ്റെ ഒപ്പം മാത്രമല്ല, ഒരു നേതാവ് ഒരിക്കലും അങ്ങനെയല്ല നോക്കണം. ഒപ്പമുള്ള ആളുകളെല്ലാം ഉയർത്തിക്കൊണ്ടിരുന്നു. ഒരു സംഘടന നേതാവാക്കി വെച്ചെന്നാൽ ബാക്കിയുള്ളവരും നേതാവായിട്ട് വരുമ്പോൾ അവരെ പൊക്കിക്കൊണ്ടിരും. അതുകൊണ്ട് എൻ്റെ ശമ്പളത്തിനെ പറ്റി എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ എൻ്റെ ഒപ്പമുള്ളവർക്കും വേണം. അതാണ് എൻ്റെ പോളിസി. അപ്പം ഫാബി, നീ എവിടെ ഖത്തറിൽ നമ്മളെ കരുത്തനായ നേതാവ് ഇന്ദിലാ മിഥുൻ
എല്ലാ നേതാക്കന്മാരും ഹസീന ഖദർ വളരെ നന്നായി നമ്മളെ ഏറ്റവും ശക്തമായി പിന്തുണക്കുന്ന ആൾക്കാരൊക്കെ ഷംസുദ്ദീൻ ജാസ്മിൻ ബെന്നി വെച്ചാൽ ഇവർക്കൊക്കെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഇവരൊക്കെ വലിയ എന്താ സംഭവം എന്ന് വിചാരിക്കും. മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടുള്ള ആൾക്കാരിൽ ഇത്തരം മണ്ടത്തരങ്ങൾ വന്ന് പറയാ. അപ്പം അവർക്ക് സ്വയം ഒരു ധാരണ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ഒരു തേങ്ങയല്ല എന്നുള്ളത് ഇത്തരം ആളുകൾ. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വാളിൽ പോയിട്ട് ഇവരിങ്ങനെ വെട്ടുകിളി നടത്തുമ്പോൾ അവർ മിണ്ടാ പോകണമെന്ന് അറിയോ. അവർക്ക് നാളെ ഇലക്ഷന് മത്സരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, ഒരുപാട് കാര്യമുണ്ട്. UN നേതാവായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ സംഘടനയുടെ പ്രവർത്തകരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. ആണ് ഇവർ കുറേ ആൾക്കാർ വന്ന് വയനാട് ഫണ്ടിന് എന്ത് കേസ് എന്താണ്, ചൂരന്മലയിൽ എന്താണ്, ഇതൊക്കെ ഞാൻ എന്തിനാണ് മറുപടി പറയണത്? നഴ്സുമാരെ സംബന്ധിച്ചോ UN സംബന്ധിച്ചോ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചോ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അത് ട്രേഡ് യൂണിയനാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള മറുപടി വരുള്ളൂ. ഇതിൽ ചിലർ ചോദിക്കുന്നത് മറ്റേ നാളെ നിങ്ങൾ EMS ഹോസ്പിറ്റലിൽ നിങ്ങൾ ആനുകൂല്യം മേടിച്ചു കൊടുക്കും. EMS ഹോസ്പിറ്റലിലെ നഴ്സുമാർ ഞങ്ങളപ്പം നന്നാ മേടിച്ചു കൊടുക്കും. അവിടെ വേറെ യൂണിയനാണുള്ളത്, നിങ്ങളവിടെ CAT ഉള്ളതാണ്. അവിടെയല്ലേ ചോദിക്കണ്ട, എന്നോട് ചോദിച്ചിട്ട് കാര്യം. UN യൂണിറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും കിട്ടാൻ ഫ്രഷേഴ്സിന് സാലറി എത്ര അറിയില്ല സാമൂല. ഇത് പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 28,000 25,000 എന്നൊക്കെ പറഞ്ഞത് അത് തുടക്ക ശമ്പളമായിരിക്കാം, ബേസിക് ശമ്പളമായിരിക്കാം. എനിക്ക് തോന്നുന്നു അതിൽ ഈ ട്രെയിനി കുട്ടികളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എത്രമാത്രം അതിൽ വസ്തുത ഉണ്ട് എന്നുള്ളത് നാളെ നമുക്ക് ആ വിജ്ഞാപനം കിട്ടിയാലേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ത് ഈ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾക്കും സമാധാനക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തീരുമാനം വളരെ വ്യക്തമാണ്. എന്താണ് നമ്മുടെ തീരുമാനം? 40,000 രൂപ ശമ്പളം കിട്ടണം. അപ്പോൾ ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കി. ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ്. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം എപ്പോഴാണ് വരിക? ഗവൺമെന്റ് കൃത്യമായിട്ട് എല്ലാ 3 കൊല്ലങ്ങളും കൂടുമ്പോഴും മിനിമം ഈ സംഘടനയുടെ എന്ത് വരുമ്പോൾ പ്രഖ്യാപനം വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ 3 കൊല്ലവും ഇത് പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് മാറില്ല, ഉജ്ജ്വലമായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾക്കറിയാം ശതകുറിച്ച് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ആൾക്കാരൊക്കെ ജോലി പോകണടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു സംഘടന ഏറ്റുമുട്ടുന്നത് ശതകോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ. ഞങ്ങളുടെ സമരങ്ങളെല്ലാം വിജയിച്ചത് MLSP ഒരുപാട് MLSPക്കാരും ഈ പറയുന്ന ഗവൺമെന്റിലെ കോൺട്രാക്ട് നഴ്സുമാരൊക്കെ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ എന്തായാലും ഒരു കാര്യം ഉറപ്പ് വരാം, അടുത്ത 6 മാസം കൊണ്ട് ഗവൺമെന്റ് മേഖലയിൽ നമ്മുടെ സംഘടന വരും. ഇപ്പോൾ പ്രൈവറ്റിൽ മാത്രമായിട്ട് ഒന്ന് നോക്കട്ടെ, നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കും. ലോകത്ത് എമ്പാടുമുള്ള നഴ്സുമാരെ നമ്മൾ ഒരുമിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ, അതുപോലെ തന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റ് നഴ്സസ് അസോസിയേഷൻ, ഇവരൊക്കെ UN അഫിലിയേറ്റ് സംഘടനയാണ്. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ ഒരൊറ്റ സംഘടനയുടെ കീഴിൽ അതിൽ മാറിക്കുന്ന കുറേ എണ്ണം ഉണ്ടാവും. അത് ഏത് ഭാഗത്തിലും കരിങ്കാലികളുണ്ടാവും. ആ കരിങ്കാലികൾ ഈ പ്രൊഫഷനിലുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആ കരിങ്കാലികൾ ഇപ്പം പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും ദിവസം പണിയെടുത്തപ്പോൾ ഇന്നിപ്പോൾ എന്നോട് നമ്മുടെ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ കുറച്ച് ആളുകൾ കരിങ്കാലികളായിട്ട് ജോലി ചെയ്തു. അവർ ജോലി ചെയ്ത് മടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ അവർ പണിയെടുക്കണം, മനസ്സിലായോ? ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആൾക്കാരെ മാറ്റി ഷിഫ്റ്റ് ഇടുക. അപ്പൊ ബാക്കിയുള്ള ആശുപത്രിയിലൊക്കെ അങ്ങനെ ചെയ്തത്. അത്യാഹിത വിഭാഗങ്ങൾ ഞങ്ങൾ എന്താ ആളെ കൊടുത്ത് അറിയോ? നാളെ അവിടുന്ന് ഒരാളുടെ ജീവൻ ഞങ്ങളുടെ ആവശ്യത്തിൽ അല്ലെങ്കിൽ ഭാഗമായിട്ട് മരണപ്പെട്ടാൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന പൂരം? അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത്യാഹിത വിഭാഗങ്ങൾ ആളിട്ടത്. നഴ്സുമാരുടെ സമരം ഒരു ഭാഗികമായ പോലും അത് ഉജ്ജ്വലമായിട്ട് താങ്കൾ രാഷ്ട്രീയം ഇല്ല മോനെ, നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ പോയിട്ട് ഇതുമായി ബന്ധപ്പെടെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചില്ല. രാഷ്ട്രീയ ഇലക്ഷൻ വരുന്നേ ഉള്ളൂ, പ്രഖ്യാപിച്ചോളാം. അപ്പോൾ ആരാ മൂഞ്ചിയതൊക്കെ കാണാം. ഇതിൽ ഒരു തരത്തിലും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞ് അവർ വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ സജീവ പ്രവർത്തകരോട് പറഞ്ഞല്ലോ, അവർ വീട്ടുകാരെ കൊണ്ട് വോട്ട് ചെയ്യും. അങ്ങനെയാണ് മക്കളെ ഈ സംഘടന വളർത്തിയത്. നിങ്ങൾ വിചാരിക്കുന്ന മാലിയൊന്നുമല്ല ഈ സംഘടന. ഇനി നിങ്ങൾ പഠിക്കാണ്ട് ആരോ പറഞ്ഞ തൃശ്ശൂർ സമരം നടത്തിയപ്പോൾ അവരുടെ 1000 ആൾക്കാർ 800 ആളുണ്ടാവും. KPH എന്നാണ് മാനേജ്മെന്റ് അസുഖമാണ് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾ അതിലും കൂടുതലല്ലേ വന്നത്.
ആ രീതിയിൽ ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടണമെന്നറിയും. ഞങ്ങൾ ഒരു പ്രഖ്യാപിത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നവരല്ല, പുതുതായി ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്തരാം. അങ്ങനെ ശക്തമായിട്ട് കൊടുന്ന് ഈ കേരളത്തിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ട്രേഡ് യൂണിയന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള എളുപ്പമൊന്നുമല്ല. 13 ജില്ലകളിൽ ഞങ്ങൾ മാത്രമായി ആശുപത്രികളിൽ, ഞങ്ങളുടെ യൂണിറ്റിൽ വേറൊരു സംഘടന പോലില്ല. ആകെ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അതല്ലാത്ത എല്ലായിടത്തും ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയായത്? അവർക്കറിയാം ഈ സംഘടനയോടൊപ്പം നിന്നിട്ട്, അതിനോടൊപ്പം ഒരുമിച്ച് നിന്നിട്ട് എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യം കിട്ടുള്ളൂ. അതല്ല എന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങളെക്കാൾ നല്ലൊരു സംഘടന ഉണ്ടാക്കുക, ഞങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരോടൊക്കെ. ഇപ്പൊ KNU എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, CITUവിന്റെ നഴ്സിംഗ് സംഘടന. അതിന്റെ ആളുകളൊന്നും മോശക്കാരൊന്നുമല്ല, പക്ഷെ അവർക്ക് കറക്റ്റ് പിന്തുണ കിട്ടുന്നില്ല. ആ പിന്തുണ കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ സംഘടനയേക്കാൾ മികച്ച പ്രവർത്തനം നടത്തും. അല്ലെങ്കിൽ കോൺഗ്രസിന് നഴ്സിംഗ് സംഘടന ഉണ്ട്, അവർക്ക് പിന്തുണ കൊടുക്കും, അവർ ഉജ്ജ്വലമാവട്ടെ. അല്ലെങ്കിൽ BJPയുടെ നഴ്സിംഗ് സംഘടന ഉണ്ട്, അവർക്ക് ഉജ്ജ്വലമാവട്ടെ. ഇവരൊക്കെ ഉജ്ജ്വലമാക്കാൻ നിങ്ങൾ പിന്തുണ കൊടുത്ത് UN പ്രവർത്തനം വന്ന് ഈ കേരളത്തിലെ നഴ്സിംഗ് സമൂഹം അല്ലെങ്കിൽ ലോകത്തുള്ള നഴ്സിംഗ് സമൂഹം ഇവരൊപ്പം നിൽക്കട്ടെ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് റോളില്ലാണ്ടാവും. അല്ലാതെ നിങ്ങളൊന്നും തല കുത്തി മറിഞ്ഞ ഈ സംഘടനയ്ക്ക് ഒരു പോറലും പറ്റില്ല. മനസ്സിലായോ? ഇനിയിപ്പോ ഇതിന് അപ്പുറത്തേക്ക് ഒരാൾ വന്നാൽ പിന്നെന്താ പറഞ്ഞത്? അഡ്രസ്സ് മാത്രം സ്വന്തം പേരിൽ 3 കോടിയല്ല സഖാവ് അനുഘോഷി, എന്റെ പേരിൽ 3000 കോടിയിലധികം ഉണ്ട്. എന്താ കുഴപ്പം? നീ എനിക്ക് 3 കോടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നാണമായിട്ട് തോന്നുന്നു. കുറച്ച് കൂടുതൽ പറയും. അതിലെന്താ കുഴപ്പം? ഞാൻ ഇല്ലാതെ നിഷേധിക്കൊന്നുമില്ലല്ലോ. ഉണ്ട് 3000. പക്ഷെ നീ എവിടെയെങ്കിലും കൂടി കാണിച്ചാൽ ഈ 3 കോടി, അപ്പം ഞാൻ അതിന് കുറച്ച് നിനക്ക് തരാം. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഭയാശങ്കല്ലേ. നിങ്ങൾക്ക് ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ പേടിക്കണമെന്നറിയോ? അവൻ നാളെ വരുമ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കുമല്ലോ. ആർക്കാണ് ഇതിൽ ഭയം? UN-കാർക്കോ? ഞങ്ങൾ ജയിലിൽ പോയി കിടക്കണോ? അത് റെഡി. 7 സ്റ്റാർ ഹോട്ടൽ കിടക്കണോ? റെഡി. ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇലക്ഷൻ സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങളപ്പം വന്ന ആൾക്കാരെ ഒന്നും ഞങ്ങൾ മറക്കില്ല. ഈ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വളരെ കോലിയോ, അപ്പം മറ്റേ ഞങ്ങൾ പുറകോട്ട് പോവില്ല. മനസ്സിലായോ? ഈ സംഘടനയിലെ മെമ്പർഷിപ്പ് നിങ്ങൾ വിചാരിക്കണ മാതിരി ബാക്കിയുള്ള സംഘടനമാതിരി മോശമൊന്നുമില്ല. 1550 അല്ലേ? 1550 രൂപയാണ് ഈ സംഘടനയുടെ മെമ്പർഷിപ്പ്. ബാക്കിയുള്ളവർ മാതിരിയല്ല. 1550 രൂപയുടെ മെമ്പർഷിപ്പ് വൺസ് ഇയറിലെടുത്താൽ പിന്നെ വേറെ പിരിവൊന്നും ഈ സംഘടന ഭാഗമായിട്ടില്ല. ഇതൊരു പ്രീമിയം സംഘടന പോലത്തെയാണ് എനിക്ക് തോന്നിയുള്ളത്. 1550 രൂപ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടന ആരുടെ കേസിലും ഞങ്ങളുണ്ട്. കേസ് നടത്തുന്നുണ്ട്, വക്കീലന്മാരുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്മാരുണ്ട്, ഒന്നൊന്നുമല്ല, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഏറ്റുമുട്ടി പോകുന്ന ഈ സംഘടന ഇപ്പം ഇന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ കോടതിക്ക് അടിച്ചെന്നല്ല. എന്താ പറഞ്ഞത്? ഈ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം. മനസ്സിലായേ? ഈ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം. എന്താണ്? നമ്മളെ ബിബിൻ പോൾ എത്തി, നമ്മുടെ സംസ്ഥാന മുൻ ട്രഷറർ. ഈ ക്യാപ്സ്യൂളൊക്കെ കണ്ട ആരാണ് ഭയപ്പെടുക? എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു ഇന്നലെ കുറച്ച് റവന്യൂ കൂടി. സാധാരണ ബാക്കിയുള്ളവന്മാർ എൻ്റെ അക്കൗണ്ടിൽ ഈ പറയുന്ന ഈ വരുമാനം വരും ഫേസ്ബുക്കിൽ നിന്ന്. കഴിഞ്ഞ 2 ദിവസമായി. കാരണം ഇവരും സംഘടിതമായി അന്ന് അടിക്കുകയാണ്. എന്നാ പറയുന്നൊരു അങ്ങോട്ട് എത്ര കമന്റ് ഇട്ടും കാര്യമില്ല, വീണ്ടും ചോദിക്കും തന്നെ. നിങ്ങളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ 3 കോടി കട്ടില്ലേ? അപ്പം ഞാൻ പറയും ഇന്ന കേസ് ഇന്ന ദിവസം പോയി. അപ്പോൾ വീണ്ടും 3 കോടി കട്ടില്ലേ? ഏതോ പത്ര കട്ടിങ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ അവർ ക്രൈംബ്രാഞ്ചിനായിട്ട് കൊടുക്കണമായിരുന്നു. എന്ത് മറ്റേ ഇത് തന്നെ 3 കോടി കൊടുക്കണം. അവർ എന്തോ കുറച്ചാണ് കൊടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കോടതി ഫസ്റ്റ് ഡേനെ എടുത്ത് കാട്ടിക്കളയാൻ പറഞ്ഞു. അതിനുശേഷം ഇവർ വീണ്ടും കൊണ്ടുപോയി കോടതി കൊടുത്തു എന്ന്. അതായത് ഈ കേസ് 33 FIR ആയിട്ട് മാറ്റണം. ഞാൻ കേരള ഒറ്റ കേസ് 33, അതും കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു.
ഇതെല്ലാം പറഞ്ഞിട്ട് ഈ സംഘടന ഇത്ര ഉജ്ജ്വലമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു തർക്കം വേണ്ട, നിങ്ങൾക്ക് ഈ സംഘടനയെ തകർക്കാനോ തളർത്താനോ കഴിയില്ല. ഒറ്റുകാരെ കിട്ടുമായിരിക്കാം, അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് വേണ്ട, ആ രീതി തന്നെ പോവുള്ളൂ, ഉജ്ജ്വലമായിട്ടേ പോവുള്ളൂ. അതിലാരെയും ഇങ്ങോട്ട് പേടിപ്പിക്കാൻ കോപ്പി പേസ്റ്റ് തന്നെയാണ്, എല്ലാം കോപ്പി പേസ്റ്റ് തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തലകുത്തി പറഞ്ഞാലും, എത്ര കമന്റ് ഇട്ട് കളിച്ചാലും, എത്ര വീഡിയോ ചെയ്താലും ഈ സംഘടന ഒരു പട്ടിക്കുട്ടി പോലും നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഈ സംഘടന ഇറങ്ങിപ്പോയില്ല. ആൻസറാ നിനക്കിപ്പോൾ ശമ്പളം കൂടും, 40,000 കിട്ടുമ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് എന്തെങ്കിലും കൊടുത്തേര്, മനസ്സിലായോ? യൂണിറ്റിന്റെ നേതാവാണ് പോലും, നേതാവ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അല്ല, ഞങ്ങൾ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള പരിപാടി ഉണ്ട്. അത് ചർച്ചയിലുള്ള ഒരു വിഷയം, ചർച്ചയിലുള്ള വിഷയമാണ്. UNA മറ്റേ അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതിന്റെ ചർച്ച നടക്കുന്നത്. ഈ സമരങ്ങൾക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഈ സമരം ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഞങ്ങൾ നേടിയെടുക്കുമല്ലോ. ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേരളത്തിലെ UNA മുഴുവൻ പ്രവർത്തകരോട് ശമ്പളം ചോദിച്ചാൽ ഞെട്ടും. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ചർച്ച ചെയ്തപ്പം ഏതോ ചാനലിൽ തോന്നുന്നു, ഏതോ ഓൺലൈനായിട്ടാണ്. അപ്പോൾ ആര് പറഞ്ഞ് 45,000 രൂപയാണ് ഞാൻ മേടിക്കുന്ന ശമ്പളം. ഉടൻ തന്നെ അയാളെ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് 45,000 മേടിക്കുന്ന മോൻ തൃശ്ശൂർ വന്ന് സമരം ചെയ്യുന്നു. ഞാൻ 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന, ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് കൂടുതൽ കിട്ടുന്ന സമരത്തിനുണ്ടാവും. ആ 45,000 മേടിച്ച ആ എൻ്റെ സഹപ്രവർത്തകണ്ടല്ലോ, ആ കുട്ടിയോളെ എനിക്ക് അഭിമാനമാണത്. എന്താ കാര്യം? 45,000 രൂപ അവൾക്ക് കിട്ടിയിട്ടും അത് അഭിമാനത്തോടെ പറഞ്ഞിട്ടും അവർ തൊഴിലാളി ബോധം കൊണ്ട് എന്തു വന്നു, സമരത്തിന് വന്നെങ്കിൽ സ്വന്തം സഹപ്രവർത്തകർ അതേ സമരം ആ ശമ്പളം വാങ്ങണമെന്ന് ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ സംഘടന കരുത്ത്. മനസ്സിലായോ? ആന്റിബയോട്ടിക്കൽ നാളെ ഇറക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ. ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. പക്ഷെ എന്റെ സന്തോഷം എന്താ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഓർഡർ ഇറങ്ങിയത്. എന്താ അറിയോ നിങ്ങൾക്ക്? എന്താ ഇത് സർക്കാരിന്റെ ഭാഗമല്ല, ഉത്തരവിറക്കാൻ സമയമില്ല, ഉത്തരവിറക്കാൻ സർക്കാരിന് നിയമ തടസ്സമുണ്ട്, സർക്കാരിന് എന്തോ ലേബർ ലോ വന്നു, ആക്ട് വന്നു എന്നൊക്കെ പറഞ്ഞ അതേ ആളുകൾ ഇന്നൊന്നും മിണ്ടുന്നില്ല. അപ്പൊ സന്തോഷിക്കണ്ടേ നമ്മള്? ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമായി നിങ്ങളുടെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രസംഗിച്ചല്ലോ എന്ന്. പിന്നെ വിവരക്കേട് കാട്ടി ആരോഗ്യമന്ത്രിക്കെതിരെ ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണോ? ആരോഗ്യമന്ത്രി എന്താ ചെയ്ത്? ശരിക്കും ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്താണ് പണിയുള്ളത്? ആരോഗ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് ടൂറിസം വകുപ്പ് അനുവദിച്ച വേദി. ടൂറിസം വകുപ്പ് ഞങ്ങൾക്ക് എന്ത് അനുവദിച്ചു? നിശാഗന്ധി ഓഡിറ്റോറിയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. ഞങ്ങൾ അതിന്റെ പേയ്മെന്റ് അടച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ട് ഞങ്ങളുടെ ആ വേദി മുടക്കി. പിന്നെ ഞങ്ങൾ അവരെ അയ്യോ മഹാദിയായ ആരോഗ്യമന്ത്രി, ഞങ്ങൾ അങ്ങനെ പറയണോ? ഒരിക്കലും അങ്ങനത്തെ സംഗതി ഞങ്ങളിൽ പ്രതീക്ഷിക്കരുത് നിങ്ങൾ. അത് ഇടതുപക്ഷത്തിലെ പ്രവർത്തകരായാലും ശരി, വലതുപക്ഷത്തിലെ പ്രവർത്തകരായാലും ഞങ്ങൾ ഇപ്പോൾ അവിടെ നമുക്ക് വേദി വേറെ എന്ത് പ്രഭാകരൻ, എന്തൊരു പ്രഭാകരൻ, അയാൾ ഞങ്ങൾ വിമർശിച്ചു. എന്തുകൊണ്ടാണിത്? അവിടെ ഒരു സമരത്തിന് നിങ്ങൾ ജനാധിപത്യപരമായിട്ട് കാണണ്ടേ? ആരോഗ്യമന്ത്രിക്ക് എന്താണ് ഈ വിഷയം, ഇതിന്റെ കാര്യം? ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യമില്ല. തൊഴിൽ വകുപ്പ് മന്ത്രി, എന്നാൽ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ലോ. പക്ഷെ ആരോഗ്യമന്ത്രി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയും ഞങ്ങളുടെ പെൺകുട്ടികളടക്കം വന്ന ആയിരക്കണക്കിന്, ഇപ്പൊ ദേശാഭിമാനി പറഞ്ഞ കണക്കാണെങ്കിൽ 490 × 300 1,47,000 പേര് വന്നിട്ട് അവിടുത്തെ ബാത്റൂമുകൾ മുടക്കുക. ഞങ്ങൾക്ക് അനുവദിച്ച ഹോട്ടലുകളിലെ കുട്ടികൾക്ക് പ്രാഥമിക സൗകര്യത്തിന് പോകാൻ വരെ ഞങ്ങൾ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു സമരത്തിനെ തോൽപ്പിക്കാൻ നോക്കിയ ഒരു ആരോഗ്യമന്ത്രി, അയ്യോ ആരോഗ്യമന്ത്രി നിങ്ങൾ മഹതിയാണ് എന്ന് പറയാൻ മാത്രമുള്ള മണ്ടത്തരം ഞങ്ങൾ കാണിക്കില്ല. കേരളം കണ്ട ഏറ്റവും
മോശം ആരോഗ്യമന്ത്രി ഒരാൾ അങ്ങനെ എനിക്കിത് ഇവരെ പറ്റി പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. ആംബുലൻസ് ഒരു 10,000 മേടിച്ചു. ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് 10,000 കൊടുക്കുന്ന ഏത് ആംബുലൻസ് ഡ്രൈവറാണോ എന്ന് പറഞ്ഞേ? എൻ്റെ അറിവിലില്ല. ആംബുലൻസുകാർ ഈ പറയുന്ന ആളുകളെ എന്താ പറയാ, വഴി കിടക്കുന്നവരെ എടുത്തുകൊണ്ടുവരും, അവർക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ആരോഗ്യമന്ത്രി എന്ത് ചെയ്യണം? ഉത്തരവിറക്കണം, ഇത് വാങ്ങാൻ പാടില്ലാറുണ്ട്. ആരോഗ്യമന്ത്രിക്ക് നിയന്ത്രിക്കാവുന്നതാണല്ലോ ഈ പറയുന്ന സകലമാന ആളുകളെയും. അപ്പോൾ ആരോഗ്യമന്ത്രി ഞങ്ങളെ സമരത്തെ പൊളിക്കാൻ നോക്കിയപ്പോഴാണ് ആ സമരത്തിൽ ഞങ്ങളുടെ പ്രതികരണം അതിരൂക്ഷമായത്. ഞങ്ങൾ വിളിച്ചപ്പോൾ അവിടെ ജോസ് കെ മാണി സാർ വന്നല്ലോ. ജോസ് കെ മാണി സാർ അവിടെ വന്ന് ഞങ്ങളെ അഭിസംബോധനല്ലോ. ഞങ്ങൾ ആരെങ്കിലും തടയോ? ഒരിക്കലും തടയില്ല. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള ആളാണ്. ചിലർ രാജീവ് ചന്ദ്രശേഖരനോട്, ഞങ്ങൾ തങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരൻ ഞങ്ങൾ പൂമാലിട്ട് സ്വീകരിക്കും, KC വേണുഗോപാലൻ സ്വീകരിക്കും. കെ മുരളീധരൻ വരാതെ പറഞ്ഞാൽ അദ്ദേഹം എത്തിയില്ല. വന്നിരുന്നെങ്കിൽ അവരും സ്വീകരിക്കരുത്. INTUC ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്നു. എന്താ കുഴപ്പം? ഞങ്ങൾ സ്വീകരിക്കും. ഇനി CIT നേതാക്കന്മാർ ഞങ്ങൾ സ്വീകരിക്കും. പല CIT നേതാക്കന്മാരും ഞാനുമായിട്ട് വളരെ നല്ല അഭേദ്യമായ ബന്ധത്തിലാണ്. വിളിച്ച് കാര്യങ്ങൾ പറയും, ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. ഇതൊന്നും ഒരു സംഘടന രംഗത്ത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഞങ്ങളെ സമരത്തെ പൊളിക്കാൻ ആരോഗ്യമന്ത്രി ശ്രമിച്ചപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതികരണം ഞങ്ങൾ നടത്തി. അല്ലെങ്കിൽ ഞങ്ങൾ രൂക്ഷമായ പ്രതികരണം നടത്തേണ്ടത് തൊഴിൽ മന്ത്രിക്കെതിരല്ലേ? ഞങ്ങൾ തൊഴിൽ മന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശമ്പളം ഇറക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങൾ സമരം പൊളിക്കാൻ തല കുത്തി പറഞ്ഞ ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും. ആരോഗ്യവകുപ്പ് മന്ത്രി മറ്റൊക്കെ ഞങ്ങൾ കൂടുതൽ പറഞ്ഞാണോ നഴ്സിംഗ് കോളേജൊക്കെ അന്വേഷിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയം നന്നായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതൊന്നും ഞങ്ങൾ പറയാനുള്ള ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയും. ഇപ്പൊ കുറെ ആൾക്കാർ എന്നോട് വന്നിരിക്കുന്നുണ്ട്, എന്ത് നീ അല്ലടാ പണ്ട് പിണറായി വിജയനെ ഇരട്ടച്ചാങ്കെന്ന് വിളിച്ചത്, നിനക്കിപ്പോൾ വയറിറച്ചി കിട്ടിയതാണ്. അത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്? അദ്ദേഹം 2017 UN സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നപ്പോൾ വളരെ ധീരമായിട്ട് അദ്ദേഹം ഞങ്ങളെ വിളിച്ചിരുത്തി. അവിടെ വന്നിട്ട് അവിടുത്തെ മാനേജ്മെന്റുകൾ ഞങ്ങൾ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇറങ്ങിയിട്ട് ആ ഗേറ്റാണ് കിടന്നാൽ ഞാൻ ഇവരെപ്പാട് കൂടുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ അത് അഭിനന്ദിച്ചിട്ടു. ഇന്നും അത് തിരുത്തേണ്ട അവസ്ഥ വന്നില്ല. ഇന്നും ഈ പറയുന്ന ശമ്പള പരിഷ്കരണം വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെല്ലാ കാലത്തും വരുന്ന, അപ്പം ഞങ്ങൾക്ക് കർണാടകയിൽ പോയപ്പോൾ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവരെ അഭിനന്ദിക്കും, അവരെ കാര്യങ്ങൾ കേൾക്കും. ഷോൺ ജോർജ് അവിടെ വന്നു. അദ്ദേഹം ഇറങ്ങുമ്പോൾ എന്നോട് എന്ത് കാര്യത്തിനും അനൂപ് ആന്റണി എന്നോട് പറഞ്ഞു, എന്ത് കാര്യത്തിനും വിളിച്ചോ, ഞാൻ ഉണ്ടാവും കൂടെ. നീ ഡൽഹിയിലെ പ്രശ്നം ഉണ്ടോ വിളിച്ചോ, അല്ലെങ്കിൽ ഹരിയാനയിലെ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞങ്ങൾ ഭരിക്കുന്നോടത്ത് എന്ത് പ്രശ്നമെങ്കിലും വിളിച്ചോ. ഞങ്ങളെ യൂണിയൻ വന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വിളിക്കും. ഞങ്ങളുടെ പ്രവർത്തകരുടെ സേഫ്റ്റിയാണ് ഞങ്ങളുടെ ആവശ്യം. ചിലർക്ക് നിങ്ങൾ എന്തിനാ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഒരുപാട് സഹായിച്ചില്ലേ? കേന്ദ്ര സർക്കാരല്ലേ ഞങ്ങൾക്ക് ഈ പറയുന്ന സൗദി അറേബ്യയിൽ നഴ്സുമാർക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുന്നത്? ഞങ്ങൾ എന്തിനാ ഇവരൊക്കെ തള്ളിപ്പറയണത്? സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ സർക്കാർ അഭിനന്ദിക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഞങ്ങളൊപ്പം വന്നാൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കും. ആര് വന്നാലും ഞങ്ങൾ അഭിനന്ദിക്കും. പിന്നെ ചിലരുടെ പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ഷാജൻ സ്കറിയെ വേദിയിരുത്തിയതാണ് പറഞ്ഞുതരാൻ കൃത്യമായിട്ട്. ഷാജൻ സ്കറിയാണ് ഞങ്ങളുടെ സംഘടന 2019 നിങ്ങളിപ്പോൾ ഈ പറയുന്ന 3 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ലുക്കൗട്ട് ഇട്ട് 6 മാസം മാധ്യമ വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സംഘടന ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഇതിൽ പൊട്ടിപ്പോവും, തകർന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചുള്ളൊരു കാലം 2019 അത്രയും വലിയ ആക്രമണമായിരുന്നു. കാരണം ഞങ്ങൾ ഇന്നത്തെ മാതിരി ഞങ്ങൾക്ക് അന്ന് ബാക്കപ്പ് ഇല്ല. അന്ന് ലോകത്തെ എല്ലാ UN മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന കേരളം. ഇപ്പം അങ്ങനെയല്ല, എല്ലാ സ്റ്റേറ്റിലുമാണ്. ഇവർ ഞങ്ങളുടെ അക്കൗണ്ടുകൾ മുഴുവൻ എന്ത് ചെയ്തു,
ഫ്രീസ് ചെയ്തു. അക്കൗണ്ടുകൾ മുഴുവൻ, അതായത് വീട്ടുകാരെല്ലാവരും അക്കൗണ്ടുകൾ ഫ്രോസൺ ചെയ്തു. ഈ പറയുന്ന നേതാക്കന്മാരുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രോസൺ ചെയ്തു. രാത്രി പുലർച്ചെ വീടുകളിൽ റെയ്ഡ്. അങ്ങനെ ഞങ്ങളെ വേട്ടാടിയ ഒരു സമയം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 15 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങളെ അങ്ങനെ വേട്ടാടിയ കാര്യമില്ല. ഇരിക്കുന്നു അറിയാം. എന്റെ പ്രിയപ്പെട്ട അന്നത്തെ യുഎൻഒയുടെ സംസ്ഥാന ട്രഷറർ വീട്ടിൽ പുലർച്ചെ 4 മണിക്കായി ഇവർ എന്ത് ചെയ്ത് റെയ്ഡ് ചെയ്ത്? എന്തിനാണ്? ഇവന്ത് വലിയ തീവ്രവാദിയായിട്ടിരുന്നോ? ഇതൊക്കെ ഞങ്ങൾ പറയാൻ കിടക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ഞങ്ങൾ പറയും. ഇതൊക്കെ ഞങ്ങൾ മറക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ അവന്മാർ ക്ഷമിക്കും, അവരെ നയിച്ച് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ഈ സംഘടന അമരത്തുള്ളിടത്തോളം കാലം ഇങ്ങോട്ട് ചെയ്തതിനൊക്കെ തിരിച്ചു തരും. അതിനൊന്നും ആരും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇത്രയും ആൾക്കാരെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ നല്ല എഫോർട്ട് ഇടുന്നുണ്ട്. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് അത്രയും പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങളെ 4-5 പേര് ജയിലിൽ കിടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോ ഞങ്ങൾ പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇത്ര? അപ്പൊ ഞങ്ങൾക്ക് ഒരു വിവരം കൊടുക്കാൻ പറ്റുന്നില്ല, സംഘടന എങ്ങനെ? അപ്പൊ അന്ന് അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൂടി ഞങ്ങൾക്ക് ഫോൺ കൊടുത്ത് കാണിച്ചിട്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അനുകൂലമായി ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലത്. നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഞങ്ങളുടെ സംഘടന അംഗങ്ങൾ ഏറ്റെടുത്ത്. സംഘടന തലപ്പത്തേക്ക് രശ്മി പരമേശ്വരൻ വന്നു. ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ദിവ്യ വന്നു. പെൺകുട്ടികൾ ഈ സംഘടനയെ ചേർത്ത് പിടിച്ച് ഏറ്റെടുത്തു. സംഘടന തകരാതെ അവർ നോക്കി. സംഘടന വക്കീലന്മാരെ, പറഞ്ഞ വക്കീലന്മാർ, പല വക്കീലന്മാരും കാലുവാരി, പലരും ചതിച്ചു. കാരണം സ്വതന്ത്രമായി നിൽക്കുന്ന, ആർക്കും ആരോടും ചോദിക്കാൻ അറിയാത്ത ഒരു സ്വഭാവത്തിൽ അന്ന് പെട്ടുപോയി. പ്രത്യേകിച്ച് അന്നത്തെ മെയിൻ പ്രശ്നം വെച്ചാൽ അന്ന് കോവിഡ് കാലഘട്ടം. അപ്പോൾ 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ജാമ്യം പോലും കിട്ടുള്ളൂ. ക്വാറന്റൈൻ്റെ ടൈം കഴിയണം. ആ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വരുന്നവരെ ഈ സംഘടനയെ നിങ്ങൾ മുന്നോട്ട് പോയി എടുത്തുപോയി. ജാസ്മിൻ നേഴ്സുമാരെ മുതലെടുത്ത് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് അഡ്മിഷനൊക്കെ ഞങ്ങൾ അമ്മച്ച് റിക്രൂട്ട്മെന്റ് അഡ്മിഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് നടത്തിയ എന്താ കുഴപ്പം? ഇവിടെ നടത്താൻ പാടില്ല എന്ന് നിയമമുണ്ടോ? ഞങ്ങൾ വഴി ലോകത്തെ എല്ലായിടത്തേക്കും നഴ്സുമാർ വിടാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. നിയമവിരുദ്ധമാണോ? റിക്രൂട്ട്മെന്റ് നടത്താൻ പാടില്ല നിയമവിരുദ്ധമുണ്ടോ? ഈ സംഘടന ഭാഗം ഞങ്ങളെ സംഘടനയിൽ നിങ്ങളെ റജിയുടെ മകള്, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിന്റെ മകള് പോയപ്പോഴും ഒരു തരത്തിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? അത് ഈ പറയുന്ന സംഘടന തലയിൽ കെട്ടിയേക്കാൻ നിന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചിലർ മറന്നിട്ടുണ്ടാവില്ല. അന്നും ഈ മറുനാടൻ ഷാജൻ സ്കറിയാണ് ഞങ്ങളെ സഹായിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ ചേർത്ത് പിടിക്കാതെ തള്ളിവിടണം എന്ന് ആർക്കെങ്കിലും പറയണമെങ്കിൽ ഒരു സംശയം വേണ്ട, അത്തരക്കാരൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഈ സംഘടനയോട് ഒപ്പം നിന്നിട്ടുള്ള ആളുകളെ, ഈ സംഘടനയോട് ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആ രീതിയിൽ ഞങ്ങൾ ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് പറയാനാണ് വന്നുള്ളത്. ഒരിക്കൽ കൂടി കൺക്ലൂഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുവരെ ചോദിക്കാണെങ്കിൽ മറുപടി 40,000 രൂപ എന്നുള്ളതാണ് യുഎൻഒയുടെ അടിസ്ഥാന ആവശ്യം. അടിസ്ഥാന ശമ്പളം 40,000 ആവണം. ആ ശമ്പളം കിട്ടിയേ പറ്റൂ. ആ ശമ്പളത്തിനുള്ളിലെ പോരാട്ടം തുടരും. സമരം നാളെയും തുടരും. ശക്തമായ സമരം ഉണ്ടാവും. നാളെ യുഎൻഒയുടെ സംസ്ഥാന കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഓരോ ആശുപത്രിയിലെയും യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ ഉൾപ്പെടുന്ന യൂണിറ്റ് കൗൺസിൽ യോഗം നാളെ കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. ആ കമ്മിറ്റി തീരുമാനിക്കും സമരം എങ്ങനെ കൊണ്ടുപോകണം. ആ തീരുമാനം നിങ്ങളെ അറിയിക്കുക ഞാനായിരിക്കും. മനസ്സിലായോ? അതില് നിയമവിരുദ്ധം എന്നൊന്നും പറഞ്ഞില്ല. അതിന്റെ പേര് അതിനോട് ഞാൻ കമ്മീഷൻ അടിച്ച അനക്കത്തെ കുഴപ്പം. ശാന്തികൃഷ്ണ റിക്രൂട്ട്മെന്റ് പേരിൽ ഞാൻ പണം വാങ്ങിയാൽ എനിക്ക് അങ്ങനെ പണം വാങ്ങാൻ പാടില്ല എന്നുണ്ടോ? എനിക്ക് അങ്ങനെ സ്ഥാപനം നടത്താൻ പാടില്ലാണ്ടോ? എനിക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ലാണ്ടോ? എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവണില്ല. ഒരു സംഘടന നേതൃത്വത്തിൽ വന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ പിന്നെ ജീവിക്കാൻ നിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊടുത്തിരുമോ? പണിയെടുക്കൂടാ? ജോലി എടുത്തിട്ട് ശമ്പളം വാങ്ങുന്നതിനെ ഞങ്ങളെ സംഘടന ഒരിക്കലും എതിർക്കാറില്ല.
മറുപടി പറയാമോ? 800 ബെഡുള്ള എത്ര ഹോസ്പിറ്റൽ ഉണ്ട് കേരളത്തിൽ? ഒറ്റ ആശുപത്രിയുള്ളൂ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. അവരാണ് നിലവിൽ ഈ പറയുന്ന 800 ബെഡുള്ള എൻ്റെ അറിവിലുള്ള ആശുപത്രി. അപ്പോൾ കോൺട്രാക്ട് രീതിയിൽ നെസസറി ഹോസ്പിറ്റലുകളെ കോൺട്രാക്ട് രീതിക്ക് യുഎനെതിരാണ്. കോൺട്രാക്ട് എടുക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാട് സംഘടനക്കുണ്ട്. അപ്പം ആ രീതിയിൽ വളരെ കൃത്യമായി അതിനെതിരെയുള്ള പ്രക്ഷോഭം സംഘടന നടത്തും. ഇത് ഇപ്പോഴത്തെ സമരം പ്രധാനമായിട്ടും 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കുക എന്നുള്ളതാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റില്ലെന്നാണ് വെല്ലുവിളി. അപ്പം ആ വെല്ലുവിളി തീർത്തു കൊടുക്കണം അഭിലാഷ് മോഹൻ. സംസ്ഥാന ഉപാധ്യക്ഷനല്ലേ, ശക്തമായ ഇതാണ് ശാന്തീഷം പണിയെടുക്കാൻ വെക്കാം. എനിക്ക് കമ്മീഷനെ ഞാനതിന് ഒരു ഏജൻസിൻ്റെയും പിന്നാലെ എനിക്കൊരാളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വന്നിട്ടില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കും. പക്ഷേ എനിക്ക് ഇവരൊന്നും പറ്റി അറിയാതെ അവിടെ അറിയില്ല. താങ്കളുടെ ഏജൻസി, എനിക്ക് ഏജൻസി ഇല്ല ഫാസിൽ. ഞാൻ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിൽ എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാണ്. അല്ലാതെ എനിക്ക് ഏജൻസിന് പിന്നെ നടക്കുന്ന നമ്മളില്ല. UNAIDുമായി സഹകരിക്കുന്ന നിരവധിയായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ മറ്റേ അക്കാദമികളുണ്ട്. ഇവരെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം. ഇപ്പോൾ കണ്ടില്ലേ കൈരളി ഒക്കെ നമ്മുടെ വളരെ കൈരളി അക്കാദമിയൊക്കെ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ആളാണ് കൈരളിയൊക്കെ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ആലപ്പുഴ അല്ല ചേർത്ത മറ്റേ അക്കാഡമിൻ്റെ പേര് ആൻ്റണീസ് അക്കാഡമി ഒക്കെ നമ്മുടെ നല്ല അക്കാഡമികളാണ്. ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കൈകളാണ്. സൈജു വർഗീസ് 28,000 ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനാ ആരപ്പം അംഗീകരിച്ചത്? അശ്വതി അനീഷ്. റിപ്പോർട്ടർ ന്യൂസ് അടിച്ചു വിടുന്നു. ഇതുകൊണ്ടല്ലോ എന്താണോ ഒരു വിട്ടുവീഴ്ചയും നല്ല കാര്യം ബ്രോ. ഫാസിൽ ഏതാണ് എനിക്കറിയില്ല ഏജൻസി നെയിം. അങ്ങനെയാണ് ഇതൊക്കെ മാധ്യമമാണ്. 40,000 രൂപ നിങ്ങളിപ്പോൾ എന്നോട് 40,000 രൂപ എവിടെ, 28,000 രൂപ എവിടെയെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്നും ആധികാരികം പറ്റി പറയേണ്ട അടുത്തൊന്നും ഇല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇപ്പം അതൊന്നും നോക്കണ്ട പ്രിയപ്പെട്ടവരെ. പോരാട്ടം തന്നെയാണ് നീതി ലഭിക്കാനുള്ള ഏക വഴി എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ പോരാ. അത് പണ്ട് ചെഗുവേര പറയുന്നതാണ്, ഒരു സ്ഥലത്ത് ഒരു അനീതി നടന്നാൽ അവിടെ വിപ്ലവം നടക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അനീതിയാണ്. നമ്മൾ വിപ്ലവം നടത്തിയേ പറ്റൂ. അപ്പോൾ ആ പോരാട്ടം നമ്മൾ നടത്തും. ബിയോർക്ക് നമ്മുടെ ശക്തമായ സജിൻ ആ ജൂബിലി മിഷൻ ആശുപത്രി അങ്ങനെ ഒരു പരസ്യമുണ്ട്, ആ വേക്കൻസി ഉണ്ട് കറണ്ട്. അത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവരിത് അംഗീകരിക്കുന്നതോടുകൂടി ആ വേക്കൻസി അവരെ പ്രശ്നം തീരും. അവർക്കിപ്പോൾ ആളെ കിട്ടാത്തതുകൊണ്ടാണ്. ജൂബിലി മിഷൻ അങ്ങനെ നമ്മുടെ ഫൈറ്റിൽ നിൽക്കുന്ന ഒരു മാനേജ്മെൻ്റ് അല്ല, അവർ കൊടുക്കാറുണ്ട്, കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം സമരം അവരെ ആശുപത്രിയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. തുടർഭരണം ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ചൊറിച്ചിൽ പറയാം. ഇത് രാഷ്ട്രീയം നമ്മളെ പ്രശ്നം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിന്നുന്ന അതായത് ഒരു നല്ല ക്വസ്റ്റ്യൻ. അതാരെ ഷർമിസ് ഈ കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇവിടെയൊന്നും ശരിക്കും പറയാൻ മിനിമം വേസിലല്ല. യഥാർത്ഥത്തിൽ കേരളത്തിനും അത്ര ഒരു സെറ്റപ്പ് പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിച്ചിട്ട് മാനേജ്മെൻറ്റുകളെയും ഈ പറയുന്ന സ്ഥാപനങ്ങളെയും ഇരുത്തിക്കൊണ്ട് ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായിട്ട് നിൽക്കുക. എന്നിട്ട് ശമ്പളം പ്രഖ്യാപിച്ചാൽ എല്ലാ കൊല്ലവും ഒരു 1,000-2,000 വെച്ച് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. പിന്നെ നമ്മൾ ഈ 7 കൊല്ലം കഴിഞ്ഞിട്ട് 10,000-20,000 എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് വലിയ തുകയായിട്ട് വരുന്നത്. ഗവൺമെൻറ് കറണ്ട് ഞാൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. അങ്ങനെ പറയണല്ലോ. നാളെ ഇറങ്ങുന്നതാണ് ഞാൻ കേട്ടത്. ഇറങ്ങിയോ? അതിൻ്റെ ഫോർമ ഇത് കിട്ടിയില്ല. അറിഞ്ഞപ്പോൾ നമുക്ക് കിട്ടണം. ചിലപ്പോൾ ഞാൻ ലൈവിലായപ്പോൾ അതിനോടൊക്കെ അറിഞ്ഞെന്നറിയില്ല. കേരളത്തിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ട്? കേരളത്തിൽ 800 ബെഡിനുള്ള ഒറ്റ ആശുപത്രി. നീ എന്ത് വൈരാണ് പറയുന്നത് കേരളത്തിൽ? നീക്ക് എന്താ ഷീജിത്ത? നീ എന്തിനാ അച്ഛനും അമ്മനെ ഇങ്ങനെ വിളിക്കണത്? വൃത്തിയോട് പറയാതെ മര്യാദക്ക് കമൻറ്റ് ഇട്ട് കളിച്ചൂടെ? അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എത്ര രൂപയാണ് നഴ്സാണ്? അത് എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ ആരാ ഇടപെടേണ്ടത്? അതിനാണ് തൊഴിൽ വകുപ്പ് മന്ത്രിനെ വിളിക്കുക. ഇതേ ഭാഷ പറഞ്ഞു നോക്ക്. അപ്പം എനിക്ക് കുറച്ച് കാലം ജയിലിൽ പോയി കിടക്കാം. മനസ്സിലായോ? അപ്പം
അടൂരായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് സംഘടിതമായിട്ട് നിൽക്കണം. ചേട്ടാ MLSPക്കാർ ആദ്യം ഈ പ്രൈവറ്റ് ഒന്ന് റെഡിയാക്കട്ടെ, എന്നിട്ട് നമ്മൾ എല്ലാ MLSPക്കും NHMലേക്കൊക്കെ വരും. നമ്മൾ ഉഷാറായിട്ട് നമുക്ക് ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് പോകും. റെഗുലറായിട്ട് ആനുവൽ ആയിക്ക് വേണം. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആശുപത്രി മാനേജ്മെന്റിനോട് നമ്മളിപ്പോൾ ഈ പറയുന്ന മാതിരി ഒരു ചർച്ച നമ്മൾ തുടങ്ങും. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ഉയർത്താൻ പോകുന്ന സംഗതി അതാണ്. അതെ, ഹരിഭാസ്കർ പോയിട്ട് അച്ഛനോട് ചോദിക്കടാ. അച്ഛനോട് ഇവിടെ വിളിച്ചിരുന്ന കാര്യം നിന്റെ അച്ഛനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ജിഷ ജോർജ് യൂണിറ്റ് ഉണ്ട് അവിടെ. അജിൻ രാജ് ചേട്ടാ, കംപ്ലീറ്റ് നഴ്സുമാർ സ്ട്രൈക്കിന് ഇറങ്ങണം. മനസാക്ഷി നമുക്കുണ്ടല്ലോ, അതങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആൾക്കാർ വന്നാലും ആളുകൾ ചെയ്ത, പക്ഷെ തിങ്കളാഴ്ച മുതൽ ശക്തമായിരിക്കും. നമ്മുടെ പിള്ളേരല്ലേ, നമ്മളപ്പം തന്നെ ഉണ്ടാവില്ല. അനീഷ് പോൾ, ഒരു കോൺട്രാക്ട് ഒരാളുടെ റിസ്ക് ഉണ്ടാവില്ല. പണ്ട് ഈ UN തുടങ്ങുന്ന സമയത്ത് എല്ലാ ആശുപത്രിയും കോൺട്രാക്ട് ആയിരുന്നു. അപ്പൊ ആ കോൺട്രാക്റ്റിൽ നിന്ന സമയത്ത് മറ്റേ നമ്മുടെ സമരം വരുന്നു, എല്ലാവരുടെയും കോൺട്രാക്ട് ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ അവരെ എല്ലാം പെർമനന്റ് ആക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോ ഈ ആൾക്കാർ എന്തിനാ ഈ വന്ന് തെറി വിളിക്കണത് എനിക്കറിയില്ല. ഇവരൊക്കെ ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന ഭാഷ വന്നിട്ട് എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വിളിക്കണത് എനിക്കത് മനസ്സിലാവണില്ല. വീട്ടിലെ അച്ഛനും ആ വീട്ടിലൊക്കെ വിളിച്ച് ക്ഷീണിച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് തെറി വിളിക്കണ. എന്നോട് പറഞ്ഞ ഫാമിലി സപ്പോർട്ട് നമ്മളിപ്പോൾ ഇറക്കൂലേ, ഞങ്ങൾക്ക് അറിയാലോ. ഇത്രയും അതാണ് ആകെ മനസ്സിലാക്കുന്നത്. ഫാമിലിയുടെ ഇത്രയും പിന്തുണ ഇത്രയും കുട്ടികൾ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ശില്പ ഭാസ്കറിനൊക്കെ, ശില്പ നമ്മുടെ കരുത്തറ്റ പോലെ അവിടെ ഹസ്ബൻഡൊക്കെ കൊടുക്കുന്ന പിന്തുണ കാണണം. മനസ്സിലായ? അങ്ങനെ തന്നെ അരിമി അങ്ങനെയല്ല നമ്മൾ കൊടുക്കുള്ളൂ. ഇങ്ങോട്ട് ഏത് ഭാഷ അത് അങ്ങോട്ടേ കണ്ടുള്ളൂ. അല്ലാണ്ട് ഇവരൊക്കെ ഒരു ധാരണ ഉണ്ട്, കുറെ ആൾക്കാണ്ട് തെറി വിളിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇട്ടെറിഞ്ഞു പോകുന്നു. അതൊക്കെ ഇവർക്ക് ആള് മാറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവർക്ക് പറ്റിയ പ്രൊഫൈലും അല്ല ഇവിടെ വന്ന് വിളിക്കല്. ടീച്ചേഴ്സാണ് പ്രശ്നം. ഈ ടീച്ചേഴ്സിനെ സംഘടിപ്പിക്കണം. ഞങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നമുക്ക് വളരെ കുറച്ച് യൂണിറ്റുകളോ, ഞാൻ പറയാം KM ചെറിയാനൊക്കെയാണ്. അതുള്ള യൂണിറ്റുകളൊക്കെ കരുത്തിട്ട് യൂണിറ്റാണ്. അവിടെ ഭയങ്കര ചൂഷണമാണ് ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ ഉള്ളത്. കൂടെ ഉണ്ട് 2 മക്കളുടെ. അപ്പോൾ ജോസഫ് സാർ എന്തായാലും അറിയാലോ എന്താണ് ബുദ്ധിമുട്ട് അവരെ പഠിപ്പിക്കാനും ബാക്കിയുള്ളതിലൊക്കെ വന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലാബ് ടെക്നീഷ്യന്മാർ UN ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാബ് ടെക്നീഷ്യൻ ഫാർമസി ആണെന്ന് ഞങ്ങൾ മാറ്റി നിർത്താറില്ല. നമ്മുടെ സംഘടനയിലെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്നുള്ളത് നമ്മൾ പക്ഷേ മറ്റേ ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ UN ഒപ്പം നിൽക്കാറുണ്ട്. അവരെ ചേർത്ത് നിർത്താറുണ്ട്. ഞങ്ങൾ ഒരാളെയും മാറ്റി നിർത്തില്ല. ലാബ് ടെക്നീഷ്യന്മാർക്കും ഫാർമസിസ്റ്റുകൾക്കും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡോക്ടർമാരുടെ സംഘടന കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, IMA പ്രസിഡന്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു ഡോക്ടർമാർക്ക് ശമ്പളം കുറഞ്ഞു. അങ്ങനെ കുറേ ഡോക്ടർമാർ നമ്മളെ കാണാൻ വന്നിരിക്കും. ഈ പറയുന്ന ഹൗസ് സർജൻസ് അങ്ങനെയുള്ള നമ്മളൊരു കോമൺ ഒരു സംഘടന ഉണ്ടാക്കാനുള്ള കാര്യം ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കും. മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ഒറ്റ കുടക്കയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ നമ്മൾ ഉജ്ജ്വലമാക്കി നന്നാക്കും. അതിൽ തർക്കം ഇല്ല. കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നവർക്ക് UN സമരത്തിൽ അറിഞ്ഞാൽ എന്ത് കുഴപ്പം. ഇപ്പോൾ എത്രയോ എനിക്ക് തോന്നുന്നു സമരത്തിനിടയ്ക്ക് വലിയ വിഭാഗം മറ്റേ ഈ പറയുന്ന കോൺട്രാക്ട് നഴ്സുമാരാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. നമ്മൾ എല്ലാവരും കയറിയിട്ടല്ലേ, എല്ലാവരും കയറ്റിയിട്ടല്ലേ നമ്മൾ തിരിച്ച് കയറുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ചേർത്ത് നമ്മൾ നിർത്തും. ധൻരാജ് നമ്മളെ കരുത്തനായ നേതാവായിരുന്നു നാട്ടിൽ. ഇപ്പോൾ കുവൈറ്റിലെ നമ്മുടെ പ്രസിഡന്റാണ്. റിബിൻ അയർലൻഡിലാണ്. പ്രസാദ് സ്റ്റുഡൻസിനെ സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഉഷാറാക്കും. നമ്മൾ വിദ്യാർത്ഥി സംഘടന കരുത്തുറ്റാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഷഹീറ, അനുബിബിൻ, സിജോ, സുമോദ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടി നിങ്ങളും കൂടി ഞങ്ങളപ്പോൾ കടന്നു തരണം. നല്ല പീഡനം അവിടെ നിന്നൊക്കെ കേൾക്കണു. നമ്മൾ ഇടപെട്ട അതൊക്കെ തീരും. നിങ്ങളായിട്ട് രംഗത്തിറങ്ങണം.
അനിൽ, ജിൻസി, എന്താ സുഗീഷ്, എന്താ കഞ്ചാവോ, ജോസിന ജോസഫ്, എല്ലാ ടെക്നീഷ്യന്മാർക്കും നമ്മുടെ സംഘടനയിലുണ്ട്. നിങ്ങൾ ഓരോ ആശുപത്രിയിലാണെങ്കിലും മറ്റേ നമ്മുടെ സംഘടനയിൽ മുഴുവൻ ആളുകൾക്കും മെമ്പർഷിപ്പ് എടുക്കാം. കച്ചവടമില്ലാന്ന് ആർക്ക് പ്രൊബേഷൻ പീരീഡിലുള്ളവർക്ക് സമരത്തിലിറങ്ങിയ പ്രശ്നം ഉണ്ടാച്ചാൽ പ്രശ്നമൊക്കെയാണ്. പക്ഷേ ഒരു സംഘടിത ശക്തി, നിങ്ങളെ ഏറ്റവും കൂടുതൽ നഴ്സുമാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏത് തൊഴിലാളികളും മനസ്സിലാക്കണ കാര്യം, ഏത് വിഭാഗം ആയിക്കോട്ടെ, നിങ്ങൾ സംഘടിതമാണോ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീലക്ഷ്മി വെസ്റ്റ് ബോർഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങണത്. അവിടുന്ന് തുടങ്ങിയ ഫിജോൺ ഫ്രാൻസിസ് നമ്മുടെ കരുത്തനായ ആളാണ്. വളരെ സന്തോഷിക്കുന്നു, വളരെ സന്തോഷം കണ്ടതിൽ. ഷിജിമോൾ ഞങ്ങളെ പിന്തുണക്കുക. ആഫ്റ്റർ റണ്ണർ പാരൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. പാരൻസ് അസോസിയേഷൻ്റെ മറ്റേ ഒരു കൂട്ടായ്മ നമ്മളിപ്പോൾ ഉണ്ടാക്കും. റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നത് അല്ല, ഞാനതാ പറഞ്ഞത് രാജേഷ് ഗോപി, 40,000 രൂപ എന്നാൽ അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പ് കിട്ടിയില്ല. അത് കിട്ടിയിട്ട് നമ്മൾ അത് സംസാരിച്ച് ചർച്ച ചെയ്താൽ പോരെ. എന്തായാലും സംഘടന ഒരു മറ്റേ ഒപ്പം നിൽക്കും. ശ്രീദേവി, ഞാൻ ഷീപ്പറാണ്. ആരായാലും നമ്മൾ കരുത്തിട്ട് പിന്തുണയില്ലേ. അതെ, അതാണ് ഒരു കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ആസ്തി ഉള്ള സ്ഥലത്ത് നമ്മൾ മേടിച്ചെടുക്കും. വേണ്ടത് പിന്നെ നമ്മളെല്ലാവർക്കും കമ്മൻ എടുക്കും. എങ്ങോട്ട് പറഞ്ഞോ അങ്ങനെ തിരിച്ചു. കോട്ടക്കൽ ബിംസ് ശക്തമായതുകൊണ്ടാണ് ഇപ്പോൾ കരുത്തുറ്റ യൂണിറ്റല്ലേ സമരത്തിന്. എനിക്ക് തോന്നുന്നു 400-500 ആൾക്കാർ ഇറങ്ങിയ ഒരു യൂണിറ്റാണത് കോട്ടക്കൽ ബിംസ്. എനിക്ക് തോന്നുന്നു ആ ഷാഹിദൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാണത്. താങ്ക് യു ശ്രീദേവി. പ്രവീൺ, CSSD ടെക്നീഷ്യന്മാരും നമ്മുടെ സംഘടനയിലുണ്ട്. ഇപ്പം നമ്മുടെ ലേക്ക് ഷോർ, ഇപ്പോൾ നമ്മളെ എറണാകുളം ലേക്ക് ഷോറിലൊക്കെ 3 ജീവനക്കാരും നമ്മളപ്പാ. KGNA കൊണ്ട് NHM UNA വരും. അദിൽദാസ് ഉടൻ വരും. ഇവരൊക്കെ നമ്മുടെ സഹോദര സംഘടന പോലെയാണ്. എന്നാൽ പോലും ഒരു ശക്തമായ സംഘടന സർക്കാർ ഞങ്ങൾ ഒരുപാട് സംഘടിപ്പിക്കാൻ നോക്കിയ വിഭാഗമാണ് MLSP, NHM ഒക്കെ. പക്ഷെ പലപ്പോഴും അവർ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വിളിക്കാറുള്ള ഞാൻ നേഴ്സിൻ്റെ ഭർത്താവാണ്. ഫുൾ സാജൻ കോശി മോഹൻ, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ദുലേഖ മിഥുൻ, മിംസ് കോഴിക്കോട് ഒന്നുകൂടി ശക്താക്കണം. നിങ്ങൾ ഉജ്ജ്വലമാണെന്ന് എനിക്കറിയാം. ഈ ഭർത്താക്കന്മാരാണ് ഇവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നത്. നന്നായിട്ട് അറിയാം. പ്രൗഡ് ഓഫ് യു. റബി, അനീഷ, റഫീഖ്. അത് എത്ര ശമ്പളം എന്നുള്ളത് പറയാം, കാരണം അത് നമുക്ക് ആയിട്ടില്ലല്ലോ. അനീഷ ഗവൺമെൻറ് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടല്ലോ. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോൺട്രാക്ട് സ്റ്റാഫ് HD സ്റ്റാഫുകൾ മുഴുവൻ UNA. അപ്പം അവരെ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നു. ശ്രുതി, തിരുവനന്തപുരം കുറച്ച് പിന്നീടാണ്. അത് പണ്ടുപോലെ അങ്ങനെ നമ്മൾ തെക്കൻ ജില്ലയിൽ എപ്പോഴും അത്ര ശക്തമായിട്ടില്ല. എപ്പോഴും നമ്മൾ മലബാർ, മധ്യ കേരളം മുതൽ മലബാർ സൈഡ് നമ്മൾ വളരെ കരുത്തുറ്റ, കാരണം ഈ പറയുന്ന ഇതാണല്ലോ. സുകന്യ അമൃതയിലുണ്ടായിരുന്നോ സമരത്തിൽ പങ്കെടുക്കും? ഉഷാർ, വളരെ സന്തോഷം കാണുന്നതിൽ. രാഗി, താങ്ക് യു രാഗി. ഫെബ നമ്മുടെ സൈബർ ടീമിൻ്റെ ഭാഗമാവുക. നമ്മളൊരു ശക്തമായ സൈബർ ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ശ്രീദേവി ജൂബിലി മിഷനിലാണ്, നമ്മുടെ കോട്ടയാണ്. ബെസിൽ ടോം നമ്മുടെ കരുത്തനായ നേതാവായിരുന്നു. ഇപ്പോൾ കാനഡയിലാണ്. അവൻ്റെ പോക്ക് നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. താങ്ക് യു മഞ്ജു. എന്തായാലും നമ്മൾ ജയിക്കും. സുചിത്ര, ധന്യറാണി ജയിക്കും. വിഷ്ണു, ഇടുക്കി സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി തൊടുപുഴ മുഴുവൻ നമ്മൾ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. സജി വർഗീസ്, എല്ലാം ശക്താക്കള പരിപാടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസർ, വളരെ സന്തോഷം. അജയ് ന്യൂസിൽ ന്യൂസ് 28,000 അങ്ങനെ കാണുന്നു ന്യൂസ്. ഞാൻ പറഞ്ഞു ന്യൂസ് നമ്മുടെ അടുത്ത് കിട്ടട്ടെ. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ നിന്നും അഞ്ജലി, ശക്തമായ യൂണിറ്റാണ് നമ്മുടെ.
ഫെബാജോർ ഹായ് എത്ര ആവണമെന്ന് തന്നെ തരില്ല. സൗമ്യ നിങ്ങൾ സൗദിയിൽ ഉള്ളവർ, സൗദിയിൽ നമ്മളെ പ്രോഗ്രാം ഉണ്ട് April 17. ഞാൻ വരുന്നുണ്ട് അവിടെ April 17 അവിടെ റിയാദിലാണ് UN ഏഞ്ചൽസ് നൈറ്റ്. അതുപോലെ തന്നെ ദുബായിലും UAEയിൽ UN ഏഞ്ചൽസ് നൈറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. നിമ്മി CA ഹായ്. BMH നമ്മളെ കരുത്തിട്ട് യൂണിറ്റ് അപ്പോൾ കോഴിക്കോട് കണ്ണൂർ കേട്ടോ. വളരെ പെട്ടെന്നാണ് കണ്ണൂർ BMHലെ കുട്ടികൾ സംഘടിച്ചത്. പക്ഷെ പൊളി ആളുകളാണ്. നിങ്ങൾ തകർത്തു. അനൂപ്, ഗ്ലാഡിസ്, ഗ്ലാഡിസ് കാനഡ നമ്മൾ ശക്തമായി കൊണ്ടുവരാം. ജിതിനോ ഇതൊക്കെ കണ്ടോ, ഫുള്ള് കാനഡക്കാരാണ് വന്നത്. അപ്പോൾ പ്രജീഷ്, ശില്പ ഭാസ്കർ, സജിത്ത്, ജിഷ ജോർജ് നമ്മളെ പോരാളിയായിരുന്നു. നമ്മുടെ ഇപ്പോഴും പോരാളിയാണ്. ഒരു കാലത്തും ഇപ്പോഴും നശിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ പെട്ട ആളാണ്. അപ്പോൾ വളരെ സന്തോഷം. മുർഷിദ്, ജോൺ മുക്കത്ത്, ഷേർലി, ബിജി എബ്രാം. അപ്പോൾ നമ്മൾ വല്ലാണ്ട് വൈൻഡപ്പ് ചെയ്തല്ലോ. ആദ്യം ആര്യൻ ഇനി എന്തെങ്കിലും ചോദിക്കാണോ? അപ്പോൾ നമ്മളെ നിലപാട് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നേടുന്നു. അപ്പോഴൊക്കെ അതെ അമൽ അതൊക്കെ ഇതിൽ വരുന്നല്ലേ, വരട്ടെ. അക്കു പ്രവീൺ, അക്കു എവിടെയാണ്? സൈബർ ടീമൊക്കെ എതിരാക്കിയിട്ട് നമുക്ക് അനീറ്റ, കോഴിക്കോട് അലക്സ്, രശ്മി, റോണി, മജിദ് KC. വരുമ്പോൾ ഞാൻ അറിയിക്കാം. അജിൻ വർഗീസ്, ആദം, രതീഷ് പ്രണവ്, ശ്രുതി മിനി, ഉഷാറജി, അമ്മയുടെ അമ്മയുടെ അമ്മയാണോ? വളരെ സന്തോഷം. കനത്ത പിന്തുണ കൊടുക്കണം. നിങ്ങളൊക്കെ പിന്തുണയാണ് നമ്മളെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രിൻഡോ, സുകന്യ 28,000 പോരല്ലോ. 28,000 നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതായത് ഇനി അടുത്ത 5 കൊല്ലം 28,000 ഒരിക്കലും നടക്കില്ല. നമ്മൾ അതേ ഞാൻ പറഞ്ഞത്, ഭരണം ആര് ഭരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 40,000 വേണം. 40,000 തരുമെന്ന് പറയുന്നവർക്ക് നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷൻ വോട്ടൊക്കെ ഉണ്ടാവും. ബീഹാറിലില്ല, നമ്മൾ തുടങ്ങും. ഇല്ലെങ്കിൽ ദിവ്യ, താങ്ക് യു ദിവ്യ. ആശിഷ, ശ്രുതി വരുമ്പോൾ പറയും. എല്ലായിടത്തേക്ക് വരുമ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഇവിടെ നിങ്ങൾ ഈ പേജ് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ടാവും. ശ്രുതി, സുമിത്ര, അഗീസ്, മഞ്ജു നായർ, സുസ്മിത ശങ്കർ, ശ്രീജിത്ത്. എന്തിനാണ് ശ്രീജിത്ത് ഇങ്ങനെ തെറി വിളിച്ചിട്ട് ഇങ്ങനെ ശീലിക്കണത്? അത് നല്ല സ്വഭാവമല്ല. സോനു ബിജോയ്, ജോമോൻ, തോമസ് കുട്ടി, ലിജോ, നിഷ മനോജ്, ജോർജ് മാത്യു, അനിറ്റ, അജിൻ, ആദം, ജസ്റ്റിൻ ഷിജിൻ, അനിഷ. ഞാനത് ശരിക്കും ഇതാക്കിട്ടോ. മറ്റേ ഈ വെയിൽ കൊണ്ടപ്പോൾ എനിക്ക് അതിരുന്ന ആകെ സംശയം. വെയിൽ കണ്ടാൽ നിങ്ങൾ കുറേ ആളെങ്കിലും തളർന്നു പോകുമ്പോൾ, പക്ഷെ ആ പോരാട്ട വീര്യം ഞെട്ടിച്ചു കളഞ്ഞു. സുനി ലോറൻസ് നമ്മുടെ കരുത്തയ പോരാളിയായിരുന്നു തിരുവനന്തപുരത്തെ, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ബെമി റോസ്, ഷൈല ടീച്ചറോ? ഓക്കെ, ഇന്ന് അവസാനിപ്പിക്കണം. എല്ലാവർക്കും